എല്ലാവർക്കും നമസ്കാരം. KCHRM ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയുമായിട്ട് ജോയിന്റ് ആയിട്ട് ചെയ്യുന്ന ഈ പബ്ലിക് ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർമൽ ആയിട്ടുള്ള സ്വാഗത പ്രസംഗം ഇതിന് ശേഷം ഉണ്ടാവും. ആദ്യമേ തന്നെ ഈ ഒരു വേദിയിലേക്ക് പ്രൊഫസർ KN ഗണേഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഡയറക്ടർ KCHR ദിനേശൻ സാറിനെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ തന്നെയുള്ള ആൾക്കാരാണ് കൂടുതലെന്നുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നില്ല. സ്പീക്കറെ ഞാൻ പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ഫോർമലായിട്ട് എന്തായാലും സാർ സ്വാഗതം ചെയ്യും. ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് കാര്യത്തിലേക്കും കടന്നോളാം. KCHRM കേരള യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്തൊരു ബന്ധമാണ്. പക്ഷേ ഈ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ തമ്മിൽ ചേർന്ന് നടന്നിട്ടില്ലെങ്കിൽ പോലും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. കാരണം നമ്മളിവിടെ പഠിച്ചിട്ടുള്ള പലരും KCHRന്റെ ഭാഗമായിട്ട് പല സമയങ്ങളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും തിരിച്ചും KCHRന്റെ പല സേവനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും കൊണ്ടും ലൈബ്രറിയും അവിടുത്തെ റിസോഴ്സ് പേഴ്സൺസ് ഉൾപ്പെടെ നമ്മൾ പല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും എല്ലാം KCHR ആണ് ഒരു തരത്തിൽ കേരളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ മറ്റ് പല സ്ഥാപനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ASIO അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുമായിട്ട് പോലും നമുക്ക് ഈ രീതിയിലുള്ളൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സൗഹൃദം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൗഹൃദത്തിൻ്റെ മറ്റൊരു ലെവലാണ് ഈ പബ്ലിക് ടോക്ക് നമ്മളിവിടെ ജോയിൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇനിയും ഭാവിയിൽ ഇതിനേക്കാൾ മുന്നേക്ക് തന്നെ ഇതുപോലുള്ള കൊളാബറേഷൻസ് പോട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിലേക്കായിട്ട് നമ്മുടെ ബഹുമാന്യ സ്പീക്കർ ഡോക്ടർ KP രാജേഷിനെയും അതുപോലെ ഡോക്ടർ V ദിനേശൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് സ്വാഗത പ്രസംഗത്തിനായിട്ട് ദിനേശൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് നമ്മുടെ പബ്ലിക് ടോക്ക് സംഘടിപ്പിക്കുക. കുറച്ചു കാലമായി നമ്മൾ ഓൺലൈനിലായിരുന്നു പല പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ടിരുന്നത്. അത് മെല്ലെ വീണ്ടും ഓഫ്ലൈനിലേക്കും വിദ്യാർത്ഥികളുടെയും മറ്റ് പൊതുജനങ്ങളുടെ ഇടയിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടിയായിട്ടാണ് ഇന്നത്തെ പബ്ലിക് ടോക്ക് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള പരിപാടികളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. ആ രീതിയിലുള്ള പ്രോഗ്രാമുകൾ KCHR ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ മനോഹരമായി ലാബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. വളരെ കാര്യമായി തന്നെ ഗവേഷണങ്ങളും പഠനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിലേറെ സന്തോഷമുണ്ട്. നേരത്തെ പലരെയും പരിചയമുണ്ടെങ്കിലും ഫോണിലൂടെയൊക്കെയാണ് പലരുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. പറഞ്ഞതുപോലെ അഭയൻ പറഞ്ഞതുപോലെ KCHRുമായിട്ടുള്ള ബന്ധം തുടരണം. KCHRും യൂണിവേഴ്സിറ്റിയും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ബന്ധം തുടരുന്നതാണ്. പുതിയ പ്രോഗ്രാമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവും ഉണ്ടാകും. ഇന്നത്തെ പബ്ലിക് ടോക്ക് 200 years of Babington's പാണ്ടുക്കുഴി എ ക്രിട്ടിക് ഓഫ് ദ മെഗാലിത്തിക് സ്റ്റഡീസ് ഇൻ കേരള എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ആലോചിക്കുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ജനുവരിയിൽ മാത്രമേ നമുക്ക് നടത്താൻ പറ്റിയിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമിന് ഇന്നത്തെ സ്പീക്കറായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ KP രാജേഷാണ്. KP രാജേഷ് നേരത്തെ KCHRലെ ഒരു അംഗം കൂടിയായിരുന്നു. അതുകൂടാതെ പട്ടണം എക്സ്കവേഷനിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളുമാണ്. രാജേഷ് ഇപ്പോഴേ മഞ്ചേരി NSS കോളേജിലെ അധ്യാപകനാണ്. ആർക്കിയോളജി മാത്രമല്ല, ആർക്കിയോളജിയിൽ തുടങ്ങി മെഡീവൽ ഹിസ്റ്ററി ആയിരുന്നു ആദ്യം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വടക്കേ മലബാറിൻ്റെ ചരിത്രത്തിലായിരുന്നു ഒന്നുകൂടി താല്പര്യമുണ്ടായിരുന്നത്. അവിടെ നിന്ന് തുടങ്ങി പിന്നീട് ഏർലി ഹിസ്റ്റോറിക് ഫേസിലെ എക്സ്കവേഷനിലൂടെ പങ്കെടുത്തതോടുകൂടി ആർക്കിയോളജി ഒരു പാഷനായി മാറി. അവിടെ നിന്നും ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് എത്തി.
അങ്ങനെ തൻ്റെ അറിവിൻ്റെ മേഖലകൾ ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യങ് റിസർച്ച് സ്കോളറും അധ്യാപകനുമാണ് KP രാജേഷ്. ഇന്നത്തെ സംസാരത്തിന് പബ്ലിക് ടോക്കിന് KP രാജേഷിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. രാജേഷ് ധാരാളം എഴുതും. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ധാരാളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അക്കാഡമിക് ലേഖനങ്ങളുണ്ട്. അതുകൂടാതെ പൊതുജനങ്ങളുടെ വായനക്കായിട്ടുള്ള എഴുത്തുകളും അദ്ദേഹം നടത്താറുണ്ട്. 3 പുസ്തകങ്ങൾ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വടക്കൻ മലബാർ സമൂഹവും ചരിത്രവും, മുതുമക്കത്താഴി, ചരിത്രമുറങ്ങുന്ന മനുഷ്യ നിർമ്മിതികൾ. രാജേഷിന് ഒരു പ്രത്യേകത, എഴുതുന്നത് സാധാരണക്കാരായ ആൾക്കാർ കൂടി വായിച്ചാൽ മനസ്സിലാകണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രോഗ്രാം മലയാളത്തിലാവാൻ രാജേഷ് നമ്മളോട് പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകളിലും വളരെ സജീവമായി ഇടപെടുന്ന ഒരു ആളാണ്. ചരിത്രം എങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും, അതിനെന്ത് ചെയ്യാൻ കഴിയും എന്ന് വളരെ കാര്യമായി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കൂടിയാണ് KP രാജേഷ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ പബ്ലിക് ടോക്ക് ചെയ്യാൻ സന്നദ്ധ അറിയിക്കുകയും ഇവിടെ എത്തുകയും ചെയ്ത KP രാജേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പബ്ലിക് ടോക്ക് പ്രൊസീഡിങ്സിൻ്റെ അധ്യക്ഷൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുമായ അഭയൻ GS ആണ്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നറിയാം. കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും ആർക്കിയോളജി, ഏർലി ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അഭയനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. ധാരാളം എഴുതുകയും വായിക്കുകയും ചെയ്യുന്നയാളാണ് അഭയൻ. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഫിഷ് ബോൺ റിമെയിൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ധാരാളം എഴുതിയിട്ടുണ്ട്. 8ഓളം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് രാജേഷിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളുണ്ട്. അയൺ ഏജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകവും രാജേഷിൻ്റെ ഇന്നത്തെ സ്പീച്ചുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട്, ആനിമൽസ് ഇൻ ആർക്കിയോളജി ഓഫ് ബറിയൽസ് തുടങ്ങി ആർക്കിയോളജി ഓഫ് ബറിയൽസും രാജേഷിനെ വളരെ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടും അത്തരത്തിലുള്ള പഠനങ്ങളുടെ ഉടമ കൂടിയായ അഭയനാണ് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിക്ക്, ഇന്നത്തെ പബ്ലിക് ടോക്കിന് ഔപചാരികമായ നന്ദി അറിയിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പ്രീത നായരാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അവരും നേരത്തെ KCHR ജോലി ചെയ്തിട്ടുണ്ട്. KCHR-നുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ കൂടി ആയതുകൊണ്ട് പ്രത്യേകം ഞാൻ ഈ പരിപാടി ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്തതിനും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രീത നായരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അധ്യാപകരായ രാജേഷ് എസ് വി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒരുപാട് കാലം ഫോണിലൂടെ പലതരം സംശയങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് രാജേഷിനോടായിരുന്നു. രാജേഷിനെയും ഡോക്ടർ ഷീന VR, രഞ്ജേഷ് ലാൽ ഇവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും KCHR ഫ്രണ്ട്സ് സൗഹൃദ കൂട്ടായ്മയിലെ ആൾക്കാരെയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ചെയർമാനും ഇന്നത്തെ പരിപാടി ഇന്നത്തെ പബ്ലിക് ടോക്ക് കേൾക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ അഭയനോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ ലെക്ചറിലേക്ക് കടക്കാം. അതിനായി ഡോക്ടർ KP രാജേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കൂടുതൽ ആമുഖം പറഞ്ഞ് സമയം കളയുന്നില്ല. എന്നാലും കേരള യൂണിവേഴ്സിറ്റിയും KCHR-ഉം
കൂടെ ഗണേശ മാഷെന്നും പറയേണ്ടി വരും. ഇത് മൂന്നുമാണ് എൻ്റെ യഥാർത്ഥത്തിൽ മെഗാലിസ് അല്ലെങ്കിൽ അക്കാദമിക ജീവിതം ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണങ്ങൾ. ഗണേശ മാഷ് കൂടെയാണ് PhD ചെയ്തത്. ആ കാലത്താണ് ഗവേഷണ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫീൽഡ് വിസിറ്റും ഫീൽഡ് എക്സ്പ്ലോറേഷനൊക്കെ ഡോക്ടർ V. സെൽവകുമാർ സാറിൻ്റെ കൂടെ പോവുകയൊക്കെ ചെയ്ത സമയത്താണ് ഞാനും ശ്രീലത ദാമോദരനും രണ്ടുപേരും സാറിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ ആണ് ഈ മെഗാലിത്ത് എന്ന് പറയുന്ന മോണമെൻ്റ് ആദ്യമായിട്ട് കാണുന്നതും അതിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യാനൊക്കെ അവസരം ലഭിക്കുന്നത്. മെഗാലിത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസ് എങ്ങനെ നടത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പഠിച്ചത് രാജേഷിലൂടെയും അഭയനിലൂടെയാണ്. അഭയൻ KCHR പട്ടണ എക്സ്കവേഷൻ്റെ കാലത്തൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ ജീവിത പങ്കാളി ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതെല്ലാം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ സ്ഥാപനം എനിക്ക് കുടുംബം തന്നെയാണ്. 200 വർഷങ്ങൾ ബാബിങ്ടണിന് ശേഷം 200 വർഷങ്ങൾ പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ 1823 ബാബിങ്ടന്റെ പ്രസിദ്ധീകരണം വരുന്നത്. അപ്പോൾ 2023 ആയപ്പോഴാണ് 200 വർഷം പിന്നിട്ടല്ലോ എന്ന് ആലോചിച്ചത്. അപ്പം ആ സമയത്തൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി. കാരണം ബാബിങ്ടന്റെ റിപ്പോർട്ട് പോലും കൃത്യമായി അവലോകനം ചെയ്യാതെ കേരള ചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ബാബിങ്ടന്റെ സൈറ്റ് തെറ്റായാണ് കേരള ചരിത്ര പഠനങ്ങളിൽ 2018 വരെ വന്ന പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ബാബിങ്ടൺ എക്സ്കവേറ്റ് ചെയ്ത സൈറ്റ് ബാബിങ്ടനെ പൂർണ്ണമായി മറന്നു. ബാബിങ്ടൺ റിപ്പോർട്ടിനെ വേണ്ടത്ര രീതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാബിങ്ടണിന് ശേഷം വന്ന പഠനങ്ങൾക്ക് അതിൻ്റെ വൈകല്യങ്ങൾ ധാരാളമുണ്ട് താനും. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതി, 200 വർഷങ്ങൾക്ക് ഇപ്പുറവും മെഗാലിത്തിക് സ്റ്റഡീസ് ആൻറ്റിക്വേറിയൻ എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ഏതാണ്ട് അതേ രൂപത്തിൽ സം സോർട്ട് ഓഫ് ആൻറ്റിക്വേറിയൻ സ്റ്റേജ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് മെഗാലിത്തിനെ രണ്ടാമത്തെ ഒരു തോന്നൽ എനിക്കുണ്ടായത്, മെഗാലിത്ത് ബറിയൽ മോണമെന്റ് എന്നതിനേക്കാൾ അപ്പുറം കേരള ചരിത്രത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു പഠനം കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ഒരു വോളിയത്തിൻ്റെ അകത്ത് അയൺ ഏജ് എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അവിടെയും പ്രശ്നമുണ്ട്. അയൺ ഏജ് മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ അയൺ ഏജ് കാലഘട്ടത്തിൽ മാത്രമുള്ള ബറിയൽ മോണമെന്റ് അല്ല. അപ്പൊ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമുള്ള ഒരു ജനതയുടെ സ്മാരകം എന്നതിനപ്പുറം മഹാശിലാ സ്മാരകങ്ങളെ പ്രാചീന കേരള ചരിത്രം പഠിക്കാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വസ്തുത 200 വർഷങ്ങൾക്ക് ഇപ്പുറവും നിലനിൽക്കുന്നു. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളും ഗവേഷകരും മെഗാലിത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പലതും കാണാതെ പോകുന്നു. എനിക്കറിയില്ല എത്ര പേര് കണ്ടിട്ടുണ്ടാവും KM ജോർജിന്റെ ആർക്കിയോളജി ഓഫ് കേരള അപ് ടു 1500 എന്ന് പറയുന്നൊരു ബറോഡ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു PhD തീസിസ് ഉണ്ട്. എത്ര പേര് അത് കണ്ടിരിക്കും എനിക്കറിയില്ല. ബാബിങ്ടൺ റിപ്പോർട്ട് തന്നെ എത്ര പേര് കണ്ടിരിക്കും എന്നറിയില്ല. അപ്പൊ ഈ ഒറിജിനൽ റിപ്പോർട്ടുകൾ പരിശോധിക്കാതെ മനസ്സിലാക്കാതെ, അപ്പോൾ ഇതെല്ലാം പോട്ടെ, റോബർട്ട് സെവലിന്റെ റിപ്പോർട്ട് അത് റീവിസിറ്റ് ചെയ്യാനുള്ള ശ്രമം ഇതൊന്നും നടന്നിട്ടില്ല. അതേ സമയത്ത് സാധാരണ ജനവിഭാഗങ്ങൾ പണിയെടുക്കുമ്പോഴും വീടിന് കുഴിയെടുക്കുമ്പോഴൊക്കെ തന്നെ ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്തൊക്കെ നിരന്തരം അങ്ങനെ കണ്ടെത്തുന്ന മോണുമെന്റ്സിനെ കുറിച്ച് 1-2 ദിവസം നിലനിൽക്കുന്ന പത്രവാർത്തയ്ക്കപ്പുറം ഈ സൈറ്റുകളൊന്നും തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഈ സൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഒന്ന് ആന്റിക്വേറിയൻ സ്റ്റേജിൽ നിന്ന് ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് ഈ അടുത്ത കാലത്ത്, അതും ഈ
മുൻ നേതൃത്വത്തിലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നത് വിരലിലെണ്ണാവുന്ന കെ കൃഷ്ണരാജനെ പോലെയൊക്കെയുള്ള വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം നടത്തുന്ന ഡോക്യുമെന്റേഷൻ പ്രോസസ്സും അല്ലാതെ മറ്റ് ഡോക്യുമെന്റേഷൻ രീതിയും കൃത്യമായി നടക്കുന്നില്ല. കണ്ടെത്തുന്നതൊക്കെ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പൊ പലപ്പോഴും ഇവിടെ തന്നെ റിസർച്ച് ചെയ്യുന്ന സൂര്യക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. കാരണം മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇത്തരത്തിലുള്ള എവിഡൻസ് പല സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്, അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല. അതേ സമയത്ത് കേരള ചരിത്ര പഠനത്തിന്, പ്രാചീന കേരളത്തെ പഠിക്കുന്നതിന് ഇത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുമില്ല. ഈ അവസ്ഥയിലാണ് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇതൊരു പൊതുജനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതായതുകൊണ്ട്, കാരണം KCHRന്റെ വീഡിയോസ് ആളുകൾ പിന്നീട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മെഗാലിത്ത് എന്നൊന്ന് പറയുക. ബാബിങ്ടൺ എന്താണ്, ബാബിങ്ടന്റെ പാണ്ഡുക്കൂഴീസ് എന്താണ്, ബാബിങ്ടണിന് ശേഷം എങ്ങനെയാണ് മെഗാലിത്ത് അക്കാഡമിക് അപ്രോച്ചസും പബ്ലിക് അപ്രോച്ചസും എങ്ങനെയാണ്, സാധാരണ ജനങ്ങൾ എങ്ങനെ കണ്ടു, അക്കാഡമിഷ്യൻസ് എങ്ങനെ കണ്ടു, മെഗാലിത്തിനെ കേരളത്തിന്റെ അയൺ ഏജ് ഇരുമ്പ് യുഗ ചരിത്രാരംഭ കാലഘട്ടത്തെക്കുറിച്ച് എങ്ങനെ പഠിക്കാൻ കഴിയും. ഈ 4 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്കും മെഗാലിത്തിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് പോകും. അപ്പോൾ അത് മെഗാലിസ് എന്ന് പറയുന്ന ഒരു ബെറിയൽ മോണമെന്റ് ആണ്. ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട അടക്കം ചെയ്തത് തന്നെ 2 രീതിയിലാണ് ആ കാലഘട്ടത്തിൽ. അതാണ്ട് 1000 BC പൊതുവർഷം 1000, അതായത് ഇന്നേക്ക് ഏതാണ്ട് 2500-3000 വർഷങ്ങൾക്കുള്ള കാലമാണ് ഈ പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ശവസംസ്കരിക്കുന്ന രീതി 2 രീതിയായിരുന്നു. അതിന് സംഘസാഹിത്യ കൃതികൾ ഇടുവോർ ഓർ സുടുവോർ എന്ന് പറയുന്നുണ്ട്. ഇടുന്ന ആൾക്കാർ, ബോഡി എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കത്തിച്ച് കളയുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ അതേസമയത്ത് നമുക്ക് മെഗാലിത്തിക് ബെറിയൽസ് നിന്ന് കിട്ടുന്ന 2 തരത്തിലുള്ള മെഗാലിത്തിക് എവിഡൻസ് ആണ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത്. കേരളത്തിൽ നിന്ന് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. പ്രൈമറി ബെറിയൽ ഓർ എക്സ്റ്റെൻഡഡ് ബെറിയൽ, സെക്കൻഡറി ബെറിയൽ ഓർ ഫ്രാക്ഷണൽ ബെറിയൽ എന്ന് പറയുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പൂർണ്ണമായിട്ടും അടക്കം ചെയ്ത്, അങ്ങനെ അടക്കം ചെയ്ത കുഴികളിൽ നിന്നും അസ്ഥി കൂടങ്ങൾ കിട്ടുന്ന അതിനെയാണ് പ്രൈമറി ബെറിയൽ എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആദിച്ചനെല്ലൂരിൽ നിന്ന് കിട്ടി, ബ്രഹ്മഗിരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നേ വരെ അത് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല എന്നേ പറയാൻ പറ്റും. നാളെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ടി വരും. ആർക്കിയോളജി അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇനി അറിയാം. 2 സെക്കൻഡറി ബെറിയൽസ് ആണ്. എല്ല് കഷ്ണങ്ങൾ മൺകുടത്തിലാക്കി കൊണ്ടുപോകുന്നത്. അതാണ് കേരളത്തിലെ മിക്കവാറും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത്. ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് കേരളത്തിന്റെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് ഏത് ലാൻഡ്സ്കേപ്പ് ആണോ അതിനനുസരിച്ചുള്ള ടൈപ്പോളജി ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഉദാഹരണത്തിന് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ റോക്കറ്റ് ചേമ്പേഴ്സ് കാണുന്നത്. കാരണം അവിടെയാണ് ലാട്രൈറ്റിന്റെ കൂടുതൽ സാന്നിധ്യം കാണുന്നത്. തെക്കോട്ട് വരികയാണെങ്കിൽ വർക്കല ഭാഗത്ത് മാത്രമേ കുറച്ച് ലാട്രൈറ്റ് ഉള്ളൂ. അതിനത്ര ഹാർഡായിട്ടുള്ള ലാട്രൈറ്റ് അല്ല. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ളത് ഹാർഡ് അയൺ റിച്ച് ലാട്രൈറ്റ് സോണാണ്. അപ്പൊ അവിടെയാണ് അപ്പം ഏത് ലാൻഡ്സ്കേപ്പിനനുസരിച്ചാണോ അതിനനുസരിച്ചാണ് ബെറിയൽ ഫോംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ടൈപ്പോളജിയെ കുറിച്ച് ആർക്കിയോളജി തന്നെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ആ ടൈപ്പോളജീന്റെ ആ ഭാഗം തന്നെ ഒഴിവാക്കുകയാണ്. പ്രധാനമായിട്ടും സൗകര്യത്തിനായിട്ട് 3 തിരിക്കുന്നു: മെഗാലിത്തിൻ ലാട്രേറ്റ്, മെഗാലിത്തിൻ ഗ്രാനൈറ്റ് ആൻഡ് ടെറോക്കോട്ട കൊണ്ടുണ്ടാക്കി. അപ്പം ഇതില് റീജിയണൽ വേരിയേഷൻസ് ടൈപ്പോളജിയിൽ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഗ്രാനൈറ്റിൽ വരുന്നത് ഉദാഹരണത്തിന് ഈ ഹൈലാൻഡ് ഏരിയയിലാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ കൊടക്കല്ല് വരുന്നത് അംബ്രല സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് ഉദാഹരണത്തിന് അംബ്രല സ്റ്റോൺസ് വരുന്നു. ഇത് ആനക്കര നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത സൈറ്റ്. ഇന്ന് നിലനിൽക്കുന്നില്ല ഈ സൈറ്റ്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. KJ ജോൺ എക്സ്കവേറ്റ് ചെയ്ത പേരാമ്പ്ര പൈതോത്ത് എന്ന് പറയുന്ന സൈറ്റാണ്. 2010 ശേഷം സൈറ്റ് ഇല്ല. ദെൻ ഇത് സ്റ്റോൺ സർക്കിൾ ആനക്കര സൈറ്റാണ്. ലൈറ്റ് ഓഫ് ചെയ്താൽ ഈ ആ കാണുന്ന സൈറ്റ് 2008 അവിടെ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എത്തുന്നത്. അപ്പം A മുഹമ്മദ് എടുത്ത ഫോട്ടോഗ്രാഫ്സ് ആണ്. അപ്പൊ രണ്ടാമത് നമ്മൾ ആ JCBയുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് അവിടെ എക്സ്കവേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ തന്നെ വളരെ സുപ്രധാന സൈറ്റാണ് ആനക്കര സൈറ്റ്. അതിലേക്ക് ഞാൻ വരാം.
ദെൻ ഇത് നടുവിലുള്ള കെ ജെ ജോൺ അസ്കവേരി സൈറ്റ്, അതിന്റെ സൈറ്റിന്റെ ഒക്കെ അവസ്ഥ ഇപ്പം അതാണ്. ഇത് ചെറമനങ്ങാട് ASI പ്രൊട്ടക്റ്റഡ് സൈറ്റ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ലാറ്ററേറ്റുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാറ്ററേറ്റ് കാണുന്ന ചെങ്കല്ല് വെട്ടറകളാണ്. ഇതുപോലെ ഇതിൽ സ്ക്വയർ ആയിട്ടുള്ള അതിന്റെ സ്ട്രക്ചർ മാത്രം നിങ്ങൾ ഒന്ന് നോക്കുക. ആ സ്ട്രക്ചർ, കാരണം അതിനെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ സ്ട്രക്ചറൽ വേരിയേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ടൈപ്പോളജി ഈ രീതിയിൽ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആർച്ച് ഷേപ്പ്, ഇതിന്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്തിയ ഉടനെ തന്നെ നശിപ്പിക്കപ്പെട്ട സൈറ്റാണ്. ഈ പറയുന്ന മറ്റതും ഈ സൈറ്റുകളൊക്കെ അവസ്ഥ എന്താണെന്ന് ഇപ്പം അറിയില്ല. ഡബിൾ ചേംബർ എന്ന് പറയുന്ന സൈറ്റ്, ഡബിൾ ചേംബേഴ്സ് ലാറ്ററേറ്റ്. ദെൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ അറയുള്ളതും 2ൽ കൂടുതൽ അറകളുള്ളതും 3 അറകളുള്ളതും 4 അറകളുള്ളതുമായ ചെങ്കല്ല് വെട്ടറകൾ കേരളത്തിന്റെ വടക്കൻ ഈ പോർട്ട് ഹോള് പ്രധാനമായിട്ട് ഇത് കണ്ടാനശ്ശേരിയുള്ള സൈറ്റാണ്. ഇതിനൊരു പോർട്ട് ഹോൾ ഉണ്ടാവും, ലിഡ് ഉണ്ടാവും. ചിലതിന് പോർട്ട് ഹോൾ ആയിരിക്കില്ല, അതിനകത്ത് പില്ലർ ആയിരിക്കും. ദെൻ ചിലത് ഉള്ളിൽ പില്ലർ ഉണ്ടാവും അറയായിട്ട്. ഇതൊന്നും തന്നെ ഇന്ന് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള അംബ്രല സ്റ്റോൺ, ക്യാപ് സ്റ്റോൺ, സ്റ്റോൺ സർക്കിൾ, റോക്കറ്റ് ചേംബർ, ഇതെല്ലാം ലാറ്ററേറ്റിലാണ്. ഗ്രാനൈറ്റിൽ സ്റ്റോൺ സർക്കിൾ വരുന്നുണ്ട്, മെൻഹ്യൂസ് വരുന്നുണ്ട്, ഡോൾമൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് റോബർട്ട് സെവലിന്റെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മോണമെന്റ് ഡോൾമൻ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ ഡോൾമൻ ഒന്നും ഇന്ന് കാണില്ല നിങ്ങൾ മിക്കവാറും സൈറ്റുകളിൽ. കാരണം ഇത് പൊളിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് വീട് പണിക്കൊക്കെ ഒരുപാട് കഷ്ണം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്. സിസ്റ്റ് ആണ് മറ്റൊന്ന്. ഈ സൈറ്റ് സിസ്റ്റ് തിരുവില്ലാമല നമ്മൾ ഗണേശ മാഷും നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയ സമയത്തുള്ളതാണ്. ദെൻ മെഗാലിത്ത് കരിങ്കല്ലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നീടുള്ളത് ടെറക്കോട്ട കൊണ്ടുള്ള വലിയ ജാറുകൾ, നന്നങ്ങാടികൾ എന്ന് പറയുന്ന സർക്കോഫാഗസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള 3 ടൈപ്പോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വൈസ് ഇങ്ങനെ ചെങ്കല്ലിലുള്ളത്, കരിങ്കല്ലിലുള്ളത്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയത്, ഇങ്ങനെ 3 തരത്തിലുള്ള സ്മാരകങ്ങളാണ് നമുക്ക് കേരളത്തിൽ നിന്ന് പൊതുവെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന മെറ്റീരിയലിനെയും പൊതുവെ അതിനകത്തുനിന്ന് കാരണം ഇതിനകത്തുനിന്ന് കിട്ടുന്ന മെറ്റീരിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള സാധ്യതകളുള്ളത്. അതിലൊന്ന് പോട്ടറി ആണ്. പോട്ടറി എനിക്കൊന്ന് 200 വർഷങ്ങൾക്ക് ശേഷം മെഗാലിത്തിക് പോട്ടറിനെ കുറിച്ച് കേരളത്തിൽ നടന്ന ആകെയുള്ള പഠനം എന്ന് പറയുന്നത് ജസീറയുടെ പഠനമാണ്. ഒറ്റ പഠനം വന്നിട്ടുള്ളൂ, 200 വർഷം എടുത്തു. അയൺ ഒബ്ജക്റ്റുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ മെറ്റൽ ഒബ്ജക്ട്സ് വരുന്നുണ്ട്. മെറ്റലിൽ ഇരുമ്പാണ് കൂടുതൽ. വളരെ നാമമാത്രമായിട്ട് അരിപ്പ, കൊല്ലത്തുള്ള അരിപ്പ, നടുവിൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നൊക്കെ ഗോൾഡ് റിമെയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. സെമി പ്രഷ്യസ് സ്റ്റോൺ ബീഡ്സ് ഏറ്റവും കൂടുതൽ കാർണീലിയൻ, എച്ച്ഡ് കാർണീലിയൻ, അഗേറ്റ്, അമത്തിസ്റ്റ്, ഇങ്ങനെയുള്ള. 4ാമത് ബോൺ ഫ്രാഗ്മെന്റ്സ്. ഇതാണ് കൂടുതൽ നമുക്ക് ഇതിനകത്തു നിന്നൊക്കെ കിട്ടുന്നത്. പക്ഷെ ഇതിനെയൊക്കെ ഈ 4 കാറ്റഗറി ആണല്ലോ എല്ലാ സ്ഥലത്തും കിട്ടുന്നത്. ഇതിൽ എന്താ ഇത്ര പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠനം അവിടെ നിൽക്കും. പക്ഷെ പുതുമയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അയൺ ഒബ്ജക്ട്സിൽ ഇങ്ങനെയുള്ള അയൺ ഒബ്ജക്ട്സ് വരുന്നു. അപ്പൊ ഇതാണ് മെഗാലിത്ത് എന്ന് പൊതുവെ ആളുകൾക്ക് പറഞ്ഞാൽ, അതായത് ഏതാണ്ട് 3500ഓളം വർഷങ്ങൾ, 3500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ശവശരീരം അഴുകാനിടുകയോ കത്തിക്കുകയോ ചെയ്തതിനു ശേഷം ആ എല്ല് കഷ്ണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇവർക്കൊരു സ്മാരകം ഉണ്ടാക്കും. അത് പൂർവിക ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായിട്ട് ഇങ്ങനെയുള്ള ആരാധനകൾ നടത്തുന്നതായിട്ട് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് നല്ലൊരു വർക്ക് ഇപ്പം തമിഴ് സ്റ്റഡീസിൽ വന്നിട്ടുണ്ട്. കെ രാജന്റെ മെമ്മോറിയൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈബ്രറിയിലുണ്ട്. ഈ രീതിയിലുള്ള മെഗാലിത്തിക് മോണുമെന്റ്സിനെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് 1919 ജോൺ ബാബിങ്ടൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. പേര് ഞാൻ റിപ്പോർട്ട് തന്നെ എടുത്ത പേരാണ്, ഞാൻ ടൈപ്പ് ചെയ്തല്ല. അതങ്ങനെ എടുക്കാനുള്ള കാരണം ഈ പേര് അതേ ടൈറ്റിൽ പിന്നീട് വന്ന 1-2 പഠനങ്ങളിലും സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്തു അത് തന്നെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ചത്തപറമ്പ എന്ന് മലബാറിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ മൊത്തം പറഞ്ഞു കഴിഞ്ഞാലും ചത്തപറമ്പ് എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഭൂമി അല്ലെങ്കിൽ പറമ്പ് എന്നുള്ള അർത്ഥമാണ്. ചത്തുംപറമ്പ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ബാബിങ്ടൺ പാണ്ഡു കുളീസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്.
മെഗാലിത്ത് എന്ന് പറഞ്ഞ വാക്ക് ബാബിങ്ടൺ ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് ഇന്നത്തെ ചാത്തൻ പറമ്പാണ് എന്ന് ദർശന 2007 റീവിസിറ്റ് ചെയ്തു. 2006 ആ വിസിറ്റിൽ ഞാൻ ശ്രീലതയും കൂടെ പങ്കെടുത്തിരുന്നു. അപ്പൊ ആ സൈറ്റിൽ നമ്മൾ പോയതാണ്. അപ്പൊ അവിടെ ഇന്നത് ചാത്തൻ പറമ്പാണ്, ഫറൂഖിനടുത്തുള്ള ചാത്തൻ പറമ്പാണ്, ഒരു വലിയ ബെറിയൽ ഗ്രൗണ്ടാണ്. ഇവിടെ ബാബിങ്ടൺ റിപ്പോർട്ട് ചെയ്തത് കൊടേക്കുൽ അല്ലെങ്കിൽ തൊപ്പിക്കുൽ എന്ന്, ഇതിനെ പാണ്ഡുക്കുഴീസ് എന്നാണ് പൊതുവെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ബാബിങ്ടൺ കൺഫ്യൂഷൻ, ബാബിങ്ടൺ ടൈപ്പോളജിയിൽ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നാട്ടിലെ ആളുകൾ തൊപ്പിക്കലിനെയും കൊടക്കലിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിച്ചിരുന്നു. യഥാർത്ഥത്തിൽ എക്സ്കവേറ്റ് ചെയ്തത് ഒരു തൊപ്പിക്കല്ലാണ്, പക്ഷെ റിപ്പോർട്ടിൽ കൊടേക്കുൽ എന്നാണ് ഉള്ളത്. ദെൻ ഇതില് ബാബിങ്ടൺ തന്നെ പറയുന്നുണ്ട്, തുടക്കക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ സൈസും ഷേപ്പും എല്ലാം തന്നെ മണ്ണിനും അതോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് മാറ്റമുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് 1820 ബോംബെ ലിറ്റററി സൊസൈറ്റി ഓഫ് ബോംബെ മീറ്റിംഗിൽ വായിക്കുകയും ട്രാൻസാക്ഷൻ ഓഫ് ദ ലിറ്റററി സൊസൈറ്റി ഓഫ് ബോംബെ 1823 പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇതിൽ പ്രധാനമായിട്ടും ബാബിങ്ടൺ മെഗാലിത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ടൈപ്പോളജി പറയുന്നുണ്ട്. ഇതിൽ 4 ടൈപ്പോളജിയുടെ സൂചനകൾ ബാബിങ്ടൺ തരുന്നുണ്ട്. ഒന്ന്, ദ ലാർജ് ചട്ടി ഓഫ് ബേക്ക്ഡ് ക്ലേ ആൻഡ് എർത്തൻ പോട്ട്. എർത്തൻ പോട്ട് ഫുട് നോട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അടിക്കുറിപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ചട്ടി എന്നുള്ള വലിയ ചട്ടി, 2 തൊപ്പിക്കുൽ, 3 കൊടക്കുൽ, 4 കേവ്. അതായത് കേവ്, ഇതിനകത്തേക്ക് തൊപ്പിക്കലിനകത്തേക്ക് ഒരു കേവ് പോകുന്നുണ്ട്. റോക്കറ്റിനെ കുറിച്ചുള്ള സൂചന അതിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് പുതിയങ്ങാടി ഉണ്ട് എന്ന് ബാബിങ്ടൺ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബാബിങ്ടന്റെ റിപ്പോർട്ടിലുള്ള പ്രധാനമായിട്ടും ഈ ഡ്രോയിങ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനകത്തുനിന്ന് ട്രിഡന്റ് ശൂലം കിട്ടുന്നുണ്ട്, ബീഡ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ബീഡ്സിന്റെ ഡ്രോയിങ്സ് കണ്ടാൽ തന്നെ അറിയാം എച്ച്ഡ് കർണീലിയൻ ബീഡ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ പാത്രങ്ങൾ, ട്രൈപ്പോഡ് ഉണ്ട്. ഈ ട്രൈപ്പോഡിനൊക്കെ തന്നെ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ മെറ്റീരിയൽ വൈസ് അത് എന്ത് ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ദെൻ റെഡ് സ്ലിപ്ഡ് വെയർ ഉണ്ടെന്ന് നമുക്ക് പിന്നീട് കണ്ടെത്തിയ പോർട്രേസ് നമ്മൾ കാണുമ്പം ആ പോർട്രയുടെ മാതൃകയും ഷേപ്പും ഈ ഡ്രോയിങ്സിന്റെ ഷേപ്പും വെച്ച് നോക്കുമ്പോൾ റെഡ് സ്ലിപ്ഡ് ലെഗ്ഡ് ജാറാണെന്നും അതോടൊപ്പം തന്നെ റസറ്റ് കോട്ടഡ് പെയിന്റഡ് വെയർ അവിടുന്ന് കിട്ടിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ദർശന മാഡവും പറയുന്നുണ്ട്. പിന്നെ സ്പിയർ, കുന്തം, വാള്, കത്തി, ആക്സ്, ഇതൊക്കെ. കാരണം ഇത് റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില ഒബ്ജക്റ്റ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂക്കുവിളക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ രൂപത്തിലുള്ള തൂക്കുവിളക്ക്, ഇതിൽ ചങ്ങല വെച്ചിട്ടുള്ള കുളത്ത് പോലുള്ള തൂക്കുവിളക്കാണ് കാണുന്നത്. അപ്പൊ ഞാൻ സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ കൃഷ്ണരാജ് സംസാരിച്ച സമയത്താണ് കൃഷ്ണരാജ് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വിളക്കുകൾ വളരെ അപൂർവമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിയിട്ടില്ല, തൂക്കുവിളക്ക്. അതേ സമയത്ത് നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന ആനക്കരയിൽ നീട്ടിയിരിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. ദെൻ പ്രധാനമായിട്ട് ഇതിൽ ടൈപ്പോളജിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പാണ്ഡുക്കുഴിയിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ലോക്കൽ മിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ബാബിങ്ടൺ പാണ്ഡുക്കുഴീസ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത്? പാണ്ഡുക്കുഴി എന്ന് പറയുന്നത്, അപ്പൊ പണ്ടേ കുഴി എന്നൊന്നും പറയുന്ന എറ്റിമോളജിക്കൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് മാണ്ഡവർ കുഴിയാണത്. അത് KN ശ്രീനിവാസനും K രാജനും ഒക്കെ തമിഴ് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. മാണ്ഡവർ കുഴി എന്ന് T സത്യമൂർത്തിയുടെ പഠനത്തിലും പറയുന്നുണ്ട്. മാണ്ഡവർ കുഴി എന്ന് പറഞ്ഞാൽ, മാണ്ഡവർ എന്ന് തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർ എന്നാണ് അർത്ഥം. മാണ്ഡവർ കുഴിയാണ് പിന്നീട് പാണ്ഡവർ കുഴിയാകുന്നത്. ലോജിക്കലായിട്ട് നമുക്ക് പറയാം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, കുട്ടിക്കാലത്തൊക്കെ അമ്മൂമ്മയൊക്കെ ഈ നാടകം കാണാനൊക്കെ ഉത്സവ പറമ്പിൽ ഇങ്ങനെ പോകും. ഒരുപാട് ഉത്സവ സ്ഥലങ്ങളിൽ നാടകം കാണാൻ പോകും. അവിടെയൊക്കെ പുരാണ കഥകളാണ്. ഈ പാണ്ഡവരും കൗരവരും എന്ന് പറയുന്നത് ഏതാണ്ടൊരു 8 മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പുരാണ കഥകള് മഹാഭാരത വായനയ്ക്ക് ആളെ ചുമതലപ്പെടുന്ന തൃക്കാക്കര ഇൻസ്ക്രിപ്ഷനിലുണ്ട്. കാരണം ഞാൻ പറഞ്ഞ മെഗാലിത്തിനെ പറ്റി പറഞ്ഞാൽ മെഗാലിത്തിൽ മാത്രം നിന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ. ഇപ്പൊ തൃക്കാക്കര ലിഖിതത്തിൽ പറയുന്നുണ്ട്, തൃക്കാക്കരയാണെന്ന് എൻ്റെ ഓർമ്മ, മഹാഭാരത വായനയ്ക്ക് ആളെ ചുമതലപ്പെടുന്നുണ്ട്. അതിന് ആളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ കൊത്തുപണികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ തന്നെ ഈ പുരാണ കൃതികളിൽ പാണ്ഡവരും കൗരവരും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. അപ്പൊ അതിലൂടെ പാണ്ഡവർ സജീവമായിട്ട് മലയാളികളുടെ സോഷ്യൽ മെമ്മറിയിൽ
പ്രചരിക്കുകയും തമിഴിന്റെ സ്വാധീനം കുറഞ്ഞു വരികയും ചെയ്യും. ഇപ്പൊ ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് വരെയൊക്കെ 14-ാം നൂറ്റാണ്ട് വരെയൊക്കെ തമിഴിന്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ തരിശാപ്പള്ളിയിലെ ഇൻസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ കോത്താണ് ഇരവിക്കുത്തന് പല നൂറായിരത്താണ്ട് മറുകുതലേ ചിറന്തടിപ്പടുത്താളാണ്ട് അവ്വാണ്ട് വേണാട് വാഴുകിന്റെ അയ്യനടി തിരുവടികൾ ഇങ്ങനെയാ പോവുക. ഇതിലെവിടെ മലയാളം? തമിഴിന്റെ സ്വാധീനമാണ് കൂടുതൽ. അപ്പം പിന്നീട് അതായത് തമിഴിന്റെ സ്വാധീനം, തമിഴത്തിന്റെ ഭാഗമായിരുന്നല്ലോ കേരളം, തമിഴിന്റെ സ്വാധീനം കുറയുകയും മലയാളത്തിന്റെ സ്വാധീനം കൂടുകയും ഈ പുരാണ ഇതിഹാസ കൃതികൾ കഥാപാത്രങ്ങളൊക്കെ ആളുകളുടെ മനസ്സിലെത്തുകയും ചെയ്തതോടെ മാണ്ഡവർ താനെ പോവുകയും പകരം പാണ്ഡവർ വരികയും ചെയ്തു. അതാണ് ഈ പാണ്ഡവർ കുഴി. സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായിരുന്ന ഒരു മെത്താണ്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കൊടക്കല്ല് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ കൊടക്കല്ലും പാണ്ഡവർ കുത്തിയ കൊടയാണ്. അപ്പം ഇപ്പോഴും അവിടെ കൊടകുത്തി എന്നുള്ള സ്ഥലപ്പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതാണ് യഥാർത്ഥത്തിൽ മാണ്ഡവർ കുഴിയാണ് പാണ്ഡവരായത്. അതിൽ തന്നെ ചില അക്ഷരങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പാണ്ഡുക്കൂഴീസ് എന്നുള്ളത് സി ആണ്, കൂളീസ്, COOLIES അതിന്റെ അർത്ഥം നമുക്കറിയാം, കൂലി. പക്ഷെ റിപ്പോർട്ടിൽ ടൈറ്റിൽ കൂലിയും റിപ്പോർട്ടിനകത്ത് കെയുമാണ്. അപ്പൊ ആളുകൾ പറയുന്നത് കെയുമാണ്, ബാബിങ്ടൺ എടുത്തത് സിയുമാണ്. ഇത് രണ്ട് രീതിയിലാണ് ഒരു സായിപ്പ് കാണുന്ന രീതിയും. ഞാൻ പറഞ്ഞു തന്നത് ആളുകൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത് പാണ്ഡുക്കുഴി എന്ന് തന്നെയായിരുന്നു. അതേ ടൈപ്പോളജി തന്നെയാണ് ബാബിങ്ടൺ ഉപയോഗിക്കുന്നത്. എന്നാൽ ബാബിങ്ടന്റെ സൈറ്റ് പിന്നീട് വന്ന ചരിത്ര പഠനങ്ങൾ, ആർക്കിയോളജിസ്റ്റുകളും അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായ റെഫറൻസിൽ ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും ബാബിങ്ടന്റെ സൈറ്റ് ബംഗ്ലാമൊട്ടപ്പറമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചത്തപ്പറമ്പ് എന്ന് പറഞ്ഞ സൈറ്റ് എവിടെയില്ല. ചത്തപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ആകെ രേഖപ്പെടുത്തിയത് സത്യമൂർത്തിയുടെ അയൺ ഏജ് ഇൻ കേരള എന്ന് പറയുന്ന പഠനത്തിന്റെ അപ്പൻഡിക്സിൽ സൈറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന സമയത്ത് അവിടെ മാത്രമാണ് ചത്തപ്പറമ്പ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ദർശനയാണ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നതും അത് പിന്നീട് ഇടുന്നു. അതിന് ശേഷം വന്ന ചരിത്ര പഠനങ്ങളിൽ പോലും ബംഗ്ലാമൊട്ടപ്പറമ്പ്. കാരണം ആർക്കിയോളജി റിപ്പോർട്ടുകൾ പലപ്പോഴും ഇൻഡെക്സ് നോക്കി പോകുന്ന രീതിയൊക്കെയാണ് പലർക്കും ഉള്ളത്. യഥാർത്ഥത്തിൽ റിപ്പോർട്ടുകളിലേക്ക് പോകാറില്ല. എന്നാൽ ബംഗ്ലാമൊട്ടപ്പറമ്പ് എക്സ്കവേറ്റ് ചെയ്തതല്ല, സാൽവേജ് ഓപ്പറേഷൻ ആയിരുന്നു. അത് നടത്തിയത് വില്യം ലോഗനാണ്, മലബാർ മാനുവലാണ് അത്. പക്ഷേ വില്യം ലോഗൻ നടത്തിയ വേറൊരു പഠനം ഉണ്ടായിരുന്നു, അത് വിസ്മരിച്ചു പോവുകയും ചെയ്തു. അത് പിന്നീട് പറയാം. മറ്റൊന്ന് റോബർട്ട് സെവലിന്റെ റിപ്പോർട്ടാണ്. റോബർട്ട് സെവലിന്റെ റിപ്പോർട്ട് ലിസ്റ്റ് ഓഫ് ദി ആന്റിക്വറിയൻ റിമെയിൻസ് ഇൻ ദി പ്രസിഡൻസി ഓഫ് മദ്രാസ്, ഇത് archive.org എന്ന സൈറ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ റിപ്പോർട്ടുകളൊക്കെ. ഇപ്പൊ അതൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതില് മലബാർ ഡിസ്ട്രിക്റ്റിൽ പറയുന്ന സൈറ്റുകൾ, ചിറക്കൽ താലൂക്കിൽ റോക്കറ്റ് കേസ്, ഡോൾമൻ, മെൻഹിർ. ഞാൻ അതിന്റെ ടൈപ്പോളജി പോകുന്നില്ല. ഇങ്ങനെ ഈ ടൈപ്പോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ തന്നെ ഏതാണ്ട് ഏറ്റവും കൂടുതൽ പറയുന്ന ഡോൾമൻ ആണ്. അതിൽ 46ഓളം വയനാട്ടിൽ തന്നെയാണ്. പിന്നീട് മലപ്പുറത്തെ സൈറ്റുകൾ പറയുമ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ സംഗതി, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഡോൾമൻ സൈറ്റ് ആണ്. ഞാൻ കൃഷ്ണരാജ് കൺസൾട്ട് ചെയ്തിരുന്നു, ഇപ്പൊ ഏതെങ്കിലും നിൽക്കുന്നുണ്ടോ? കുറഞ്ഞ സ്ഥലം കുറ്റിപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഡോൾമൻ അപ്രത്യക്ഷമാകുന്നത്? നിങ്ങൾ ഇന്ന് ഇപ്പം ഞാൻ കുറച്ചു മുമ്പേ സൂര്യയായിട്ട് സംസാരിച്ചപ്പം പലപ്പോഴും ആ സൈറ്റുകൾ ഇന്നില്ല, റീവിസിറ്റ് ചെയ്യുമ്പോൾ ഇല്ല. കാരണം ഡോൾമൻ എന്ന് പറയുന്നത് സർഫസിന് മുകളിലുള്ള ഭാഗമാണ്, മുനിയറ എന്നൊക്കെ പറയാം. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ആളുകൾ സ്കൂപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ കല്ല് ഇളക്കി പോകുന്നുണ്ട്. വയനാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഈ കല്ലുകൾ ഇളക്കി, എടക്കൽ ഗുഹയുടെ താഴ്വരത്തൊക്കെ ഉള്ള കല്ലുകൾ ഇതൊക്കെ ഇളക്കി കൊണ്ടുപോകുന്നു. ഇത് കാരണം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വീട് പണിക്ക് നല്ലൊരു സാധനം കിട്ടും. അങ്ങനെ ഒരുപാട് ഇത് പോകുന്നുണ്ട്. എക്സ്കവേറ്റ് ചെയ്തതിൽ നോക്കുകയാണ്, റോബർട്ട് സെവലിന്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള റോക്കറ്റ് ചേമ്പറാണ്, മെൻഹിർ. ഈ രീതിയിലുള്ളൊരു പാറ്റേൺ നമുക്കത് വെച്ച് നോക്കുമ്പോൾ കാണാം. അപ്പൊ റോബർട്ട് സെവലിന്റെ റിപ്പോർട്ട് റീവിസിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അന്ന് ആർക്കിയോളജിയുടെ വലിയൊരു ഓറിയന്റേഷൻ ഒന്നും ഇല്ലാതെ പോലും നമ്മൾ റിപ്പോർട്ട് വെച്ചിട്ട് റീവിസിറ്റ് ചെയ്തപ്പം ചുണ്ട എന്ന് പറയുന്ന ഒരു സൈറ്റ് റോബർട്ട് സെവലിന്റെ ഞാൻ റീലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് പോയ ദിവസം വെച്ചാൽ ആ ദിവസം ഞാൻ ആ ഫോട്ടോഗ്രാഫ്സ് പിന്നെ കാണിക്കാം, ഇപ്പൊ കോണ്ടാക്സിൽ പറയുന്നതാണ്. ചെന്ന സമയത്ത് JCB അവിടെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ഒരു ഫോട്ടോ എടുക്കാനുള്ള സമയം JCB തന്നു. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അത് പോവുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ അന്നത്തെ എന്റെ ഡോക്യുമെന്റേഷൻ GPS റീഡിംഗ് ഒന്നും വെച്ചിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആയിരുന്നില്ല. ഒരു ഗവേഷകന് അതിന് സാധ്യമാവുന്ന സാമ്പത്തിക സ്രോതസ്സും അതിനുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും അന്ന് കിട്ടിയിരുന്നില്ല. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ദെൻ എക്സ്കവേഷൻ നോക്കുന്ന സമയത്ത് ബാബിങ്ടണിന് ശേഷം നടന്ന എക്സ്കവേഷൻസിൽ വില്യം ലോഗനാണ് യഥാർത്ഥത്തിൽ ചള്ളിയിൽ കുരിഞ്ഞോളി എന്ന് പറയുന്ന പടിഞ്ഞാറ്റുമുറി അംശം ദേശം, ഈ സൈറ്റ്
ചരിത്ര പഠനങ്ങളിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ റിപ്പോർട്ടുകൾ, ആർക്കിയോളജി റിപ്പോർട്ടുകളിലോ പി രാജേന്ദ്രന്റെ പഠനങ്ങൾ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഇത് പരാമർശിച്ചിട്ടില്ല എന്നുള്ള. മാത്രമല്ല ഇതിന്റെ ടൈപ്പോളജി 4 അറകളാണ്. ഈ 4 അറകൾ കേരളത്തിൽ ഇന്നേ വരെ വേറെ എവിടെയും കണ്ടെത്തിയിട്ടില്ല, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആനക്കരയുള്ള സൈറ്റ്, ആനക്കര 2 സൈറ്റ് എക്സ്പ്ലോർ ചെയ്തിരുന്നു, എക്സ്കവേറ്റ് ചെയ്തിരുന്നു. അതിൽ 3 അറകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനകത്തുനിന്ന് റോക്കറ്റ് സെൽ ഓഫ് ചള്ളിയൽ കുഴി എന്നുള്ള അതിന്റെ പോട്ടറി റിമൈൻസിന്റെ ഡീറ്റെയിൽസ് ഇന്ത്യൻ ആന്റിക്വറിയിൽ ഇവിടെ ഉണ്ടാവും, എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിന് ഈ കൃത്യമായിട്ടുള്ള ആർക്കിയോളജി റിപ്പോർട്ടിംഗ് ഒരുപക്ഷെ ബാബിങ്ടണിനേക്കാൾ കൃത്യതയോടുകൂടി വില്യം ലോഗൻ നടത്തിയിട്ടുണ്ട്. അതെവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട്. ദെൻ അതേ സമയത്ത് ഇത് ബാബിങ്ടന്റെ പേരിൽ ഈ സൈറ്റ് മലബാർ മാനുവലിൽ ഇതിന്റെ സ്കെച്ചസ് മാത്രമേ ഉള്ളൂ, ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. കാരണം സ്കൂപ്പ് ചെയ്തു പോയെന്ന് ലോഗൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്കെച്ചസ്, അതായത് ഈ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ കൊളോണിയൽ പീരീഡിൽ ആന്റിക്വറിയൻ സ്റ്റേജിലുള്ള സെയിം ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ തന്നെയാണ് ഇപ്പോഴും നമ്മൾ തുടരുന്നത്. അതിനപ്പുറത്തേക്കുള്ളതിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കണം. ഇനി കാലിക്കറ്റിലെ FOSET-ന്റെ പഠനങ്ങള് ഞാൻ വായിക്കുന്നില്ല മുഴുവൻ. വയനാട്ടിലെ പഠനങ്ങള് ചെനപ്പറമ്പിലാണ് അയ്യപ്പൻ കൊളോണിയൽ പീരീഡിൽ നടത്തുന്ന, ബ്രിട്ടീഷുകാരൻ അല്ലാത്ത ഒരാൾ നടത്തുന്ന പഠനം. അയ്യപ്പന്റെ എത്നോ ആർക്കിയോളജിക്കൽ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പഠനമാണ്. ദെൻ പിന്നീട് ഇൻഡിപെൻഡന്റ് പീരീഡിന് ശേഷം പോർക്കളം, ചിത്രാരി സൈറ്റ്, മച്ചാടാൻ പഴയനോട്, ഞാൻ സൈറ്റിന്റെ ജസ്റ്റ് ഇതിവിടെ സേവ് ചെയ്തിടുന്നതാണ്, പിന്നീട് ഉപയോഗിക്കാം. ദെൻ ഈ രീതിയിലുള്ള സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്കവേഷന്റെ ഒരു ഏതാണ്ട് 14ഓളം എക്സ്കവേഷൻസ് ആണ് ASIയുടെ ലൈസൻസോടുകൂടി കേരളത്തിൽ ഇതേവരെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ആനക്കര തന്നെ ചില സൂചനകൾ നമുക്ക്, ആനക്കരയിൽ എക്സ്കവേഷൻ നടത്തുമ്പം എല്ലാ സ്ഥലത്തും മെഗാലിത്തിക് ബെറിയൽസിനകത്ത് കിട്ടുന്ന നേരത്തെ പറഞ്ഞ ഒബ്ജക്ട്സ് തന്നെയാണ് കിട്ടുന്നത്. അതോടൊപ്പം ആനക്കരയിൽ നമുക്ക് മെഗാലിത്തിക് ബെറിയലിന് താഴെ മെസോലിത്തിക് ടൂൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എക്സ്കവേഷൻ കോണ്ടെക്സ്റ്റിൽ നിന്നും മെസോലിത്തിക് എവിഡൻസ് നമുക്ക് കിട്ടുന്നത് എക്സ്കവേഷൻ കോണ്ടെക്സ്റ്റിൽ തന്നെ കിട്ടുന്ന ആനക്കരയിൽ നിന്നാണ്. അത് ഏതാണ്ട് ഒരു എൺബെറിയലാണ്. ആ എൺബെറിയലിനോട് ചേർന്ന് റോക്കറ്റ് ചേംബർ, അംബ്രല സ്റ്റോൺ ഉണ്ട്. അവിടെ നമ്മൾ ട്രയൽ പിറ്റ് ഇട്ടിട്ട് ഏതാണ്ട് 2 മീറ്റർ സ്ക്വയർ പിറ്റ് ഇട്ട് അത് കുഴിച്ച് അടിയിൽ നിന്നാണ് ഏതാണ്ട് 12ഓളം, ഒരു ഹാഫ് ഡസൻ മൈക്രോലിറ്റ്സ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. മാത്രമല്ല ഈ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, റെഡ് സ്ലിപ്ഡ് വെയറോടൊപ്പം തന്നെ റസറ്റ് കോട്ടഡ് പെയിന്റഡ് വെയർ കൂടുതൽ വരുന്നുണ്ട്. റസറ്റ് കോട്ടഡ് പെയിന്റഡ് കൂടുതൽ വരുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കുന്നത് 1st സെഞ്ചുറിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തെ കുറിക്കുന്നതാണ്. അത് മാത്രമല്ല ആന്ധ്രാവെയർ എന്നൊക്കെ അറിയപ്പെടുന്ന, മാത്രമല്ല മെഗാലിത്തിക് പഠനങ്ങൾ വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പഠിക്കാൻ ഇതിന്റെ പോട്ടറി അനാലിസിസ് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള മെറ്റീരിയൽ വൈസ് പഠനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും. അത് ഇന്ന് വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആനക്കര സൈറ്റ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ഇത് യഥാർത്ഥത്തിൽ എക്സ്കവേഷൻ നടത്തിയത് ആ സൈറ്റും ഇതുമാണ്. അതിനോട് ചേർന്ന് ആ പറമ്പിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ പറമ്പ് മുഴുവൻ, ഇവിടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ ആ വിള മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60 സെന്റിമീറ്ററോളം മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ബെറിയൽ റിമൈൻസ് അവിടുന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇതാണ് എക്സ്കവേഷന്റെ പിന്നീട് വരുന്ന ഒലിയാനി, കൊടക്കൽ അത്തോൾ. സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ സാൽവേജ് ഓപ്പറേഷൻ ആണ്. മിക്കവാറും ആക്സിഡന്റൽ ഡിസ്കവറീസ് നടത്തിയതിനു ശേഷം ഇപ്പം കൊടക്കൽ അത്തോളി, അതിന് മുമ്പുള്ള സൈറ്റ് ഉണ്ടല്ലോ കുരുവട്ടൂർ. എനിക്ക് തോന്നുന്നു ഞാൻ PGക്ക് സമയത്ത് മാഷ കൂടെ നമ്മൾ പോയത് കുരുവട്ടൂരിന്ന് ഈ പ്ലോഷെയർ പല സ്ഥലത്തും നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലോഷെയർ വളരെ അപൂർവമായിട്ട് മുമ്പ് കുപ്പക്കൊല്ലിയിൽ നിന്ന് മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് തന്നെ നമ്മൾ ഓരോ ഒബ്ജക്റ്റിന് തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പിന്നീട് കക്കോടി, മാറാക്കര, പാട്യം, ഇതെല്ലാം തന്നെ ആക്സിഡന്റൽ ഡിസ്കവറീസ് ആണ്. കിനാലൂരിൽ നമുക്ക് മൈക്രോലിസിന്റെ എവിഡൻസ് കിട്ടുന്നുണ്ട്. തൃപ്രങ്ങോട്ട് എന്ന് പറഞ്ഞാൽ 2020 വളരെ റീസെന്റ് ആയിട്ട് കണ്ടെത്തിയ ആളുകൾ കണ്ടെത്തി. പിന്നീട് ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സാൽവേജ് ഓപ്പറേഷൻ നടത്തുന്നു. കുറ്റിക്കോല് കേരള യൂണിവേഴ്സിറ്റി തന്നെ നടത്തിയ പോട്ടറി ഷേഡ്സ്, കാരണം അത് ഓൾറെഡി സ്കൂപ്പ് ചെയ്തു പോയ സൈറ്റാണ്. പക്ഷെ അതിനെ
ഒരു 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 റോക്കറ്റ് കേവിനെ എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാം എന്നുള്ളതിന്റെ കൃത്യമായ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്ന റിപ്പോർട്ട് കൂടിയാണത്. പഠനത്തിന്റെ സാധ്യതകൾ കാണിച്ചു തരികയും ചെയ്യുന്ന വളരെ സയന്റിഫിക് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ദെൻ ദെൻ അതിനുശേഷം കൂടല്ലൂർ എന്ന് പറഞ്ഞ ആനക്കരയ്ക്ക് അടുത്ത് ആനക്കര കണ്ടെത്തി അതേപോലുള്ള റോക്കറ്റ് ചേമ്പേഴ്സ് അവിടെ നിന്ന് കണ്ടെത്തുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ എക്സ്കവേഷന്റെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ നോക്കുകയാണ്, ഒരു പൈ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 56% ഓഫ് എക്സ്കവേഷനും നടന്നിരിക്കുന്നത് റോക്കറ്റ് ചേമ്പറിലാണ്. എന്ന് വെച്ചാൽ വടക്കൻ മലബാറിലാണെന്ന് അർത്ഥം. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 56 തന്നെ പകുതിയും ആളുകൾ കണ്ടെത്തിയതിന് സാൽവേജ് ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നതാണ്. ബാക്കിയുള്ളതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം കേരളത്തിൽ ഏതാണ്ട് 24ഓളം എക്സ്കവേഷൻസ് ഇൻക്ലൂഡിങ് ഈ പറയുന്ന സാൽവേജ് ഓപ്പറേഷൻ ഉൾപ്പെടെ ഇത്രയും എക്സ്കവേഷൻസേ നമുക്ക് ഇതുവരെ നടത്താൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഇതിന് എങ്ങനെയാണ് ഈ എക്സ്കവേഷൻ റിപ്പോർട്ട്സുകൾ പലതും അവൈലബിൾ അല്ല, അവൈലബിൾ ആയവയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രധാനമായിട്ടും ഏത് ആർക്കിയോളജിക്കൽ പഠനമായാലും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാചീന ചരിത്രത്തെ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കാൻ കേരള ചരിത്രത്തിൽ എങ്ങനെ ഇത് ഉപയോഗിച്ചു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ വില്യം ലോഗൻ ആണ് യഥാർത്ഥത്തിൽ മെഗാലിത്ത് എന്ന് പറയുന്ന പ്രയോഗം ആദ്യമായിട്ട് കേരളത്തിൽ നടത്തുന്നതെന്ന് തോന്നുന്നു. കാരണം ബാബിങ്ടൺ നടത്തിയിട്ടില്ല, മറ്റാളുകൾ ആരും മെഗാലിത്ത് എന്നുള്ള പ്രയോഗം നടത്തുന്നില്ല. വില്യം ലോഗൻ ഇതിനെ മെഗാലിത്തിക് ടൈപ്പോളജി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. നാഗമയ്യ അതേ സമയത്ത് വില്യം ലോഗൻ മലബാറിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ചരിത്രം തുടങ്ങുന്നത് കേരളോൽപ്പത്തിയിൽ നിന്നാണ്. ചരിത്രം എന്ന് പറയുന്നത് കേരളോൽപ്പത്തി തുടങ്ങുന്നു. ഇതെവിടെയാ പറയുന്നത്? റിലീജിയൻ എന്ന് പറയുന്ന ഭാഗത്ത് ആളുകളുടെ വിശ്വാസക്രമത്തില് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ നായർ, തീയ നായർ ആളുകളുടെയൊക്കെ ബെറിയൽ ഫോംസിന്, പ്രത്യേകിച്ച് ഹിന്ദു എന്ന് ബാബിങ്ടൺ വിശേഷിപ്പിക്കുന്ന ആ കമ്മ്യൂണിറ്റികളുടെ ഈ ബെറിയൽ ഫോംസിന് അല്ലെങ്കിൽ മരണാനന്തര ജീവിതമായിട്ട് വേണ്ട വിശ്വാസം മെഗാലിത്തുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ ഒറിജിൻ ഹിന്ദു ആണ് എന്ന് വില്യം ലോഗൻ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് നാഗമയ്യ തിരുവിതാംകൂറിലെ ചരിത്രം പറയുമ്പം കേരളോൽപ്പത്തി തുടങ്ങുകയും എന്നാൽ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ പട്ടിക വരുമ്പം അവിടെ ഇന്ന സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അയ്യപ്പൻ ഒരു എത്നോ ആർക്കിയോളജിക്കൽ ആസ്പെക്ട്സിൽ കാണുന്നു. LA കൃഷ്ണയ്യരും ഇതിന്റെ ഒരു ഏത് റേസിൽപ്പെട്ട അല്ലെങ്കിൽ എത്നോ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള നരവംശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് ഇതിനെ ഉപയോഗിക്കുന്നു. എളംകുളം PN കുഞ്ഞൻപിള്ള മെഗാലിത്തിനെ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം അന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ടല്ല. മലയാളം അധ്യാപകൻ കൂടിയായിരുന്നു എളംകുളം PN കുഞ്ഞൻപിള്ള. അദ്ദേഹം നടത്തിയ പഠനങ്ങളിൽ പൂർണ്ണമായിട്ടും സംഘ സാഹിത്യകൃതികളെയും ഗ്രീക്ക് റോമൻ സാഹിത്യകൃതികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ശ്രീധര മേനോൻ മെഗാലിത്തിനെ പറ്റി പറയുന്നുണ്ട്, പ്രീ ഹിസ്റ്ററി പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. അവിടെ HD സംഘാലിയുടെയും മോർട്ടിമർ വീലറിന്റെയും ആർഗ്യുമെന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മെഗാലിത്തിനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പ്രീ ഹിസ്റ്റോറിക് പീരീഡിലുള്ള എവിഡൻസ് ആയിട്ട്. PK ഗോപാലകൃഷ്ണൻ ഇതിനെ കാണാൻ ശ്രമിച്ചത് കേരളത്തിന് പുറത്തുള്ള ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മെഗാലിത്ത് മഹാശിലാ സ്മാരകങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റസറ്റ് കോട്ടഡ് പോലുള്ള അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് വ്യത്യസ്ത സ്റ്റേജിലുള്ള ഒരു ഡെവലപ്മെന്റിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അത് കഴിയുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ദെൻ അതിനു മുമ്പ് K. ദാമോദരൻ 1962 കേരള ചരിത്രം എഴുതിയപ്പം ഒരർത്ഥത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മെഗാലിത്തിനെ സംഘസാഹിത്യകൃതികൾ പറയുന്ന, പ്രത്യേകിച്ച് മണിമേഖലയിൽ പറയുന്ന ഇടുവോർ, സുടുവോർ, തൊടുകുഴി, പടുപ്പോർ, താഴിവീൽ, അടയപ്പോർ എന്നൊക്കെ പറയുന്ന ആ കാവേരി പൂമ്പണ്ടത്തിന്റെ ഒരു മരണാനന്തര ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഏതാണ്ട് മെഗാലിത്തിക് എല്ലാ ടൈപ്പോളജിയും പറയുന്ന ഒരു പാട്ടാണ്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘസാഹിത്യകൃതികൾ പറയുന്ന, പ്രത്യേകിച്ച് അകനാനൂറ് പുറനാനൂറിലൊക്കെ പറയുന്ന ഇടുവോർ, സുടുവോർ എന്ന് പറയുന്ന അപ്പൊ സാഹിത്യകൃതിയെയും ഈ മെഗാലിത്തിക് എവിഡൻസിനെയും താരതമ്യപ്പെടുത്തുകൊണ്ട് കൊറാബറേറ്റ് ചെയ്തുകൊണ്ട് ക്രോസ് എക്സാമിൻ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ മാക്സിയൻ പെർസ്പെക്റ്റീവിലൂടെ എന്ന് വെച്ചാൽ ഒരു പ്രിമിറ്റീവ് എന്താ പറയുക കമ്മ്യൂണിസം എന്നൊക്കെ വിളിക്കാവുന്ന ആ ഒരു സ്റ്റേജിനെ കുറിച്ച് പഠിക്കാൻ K. ദാമോദരൻ ഉപയോഗിക്കുന്നു. PK ഗോപാലകൃഷ്ണനും ഒക്കെ തന്നെ മെഗാലിത്തിനെ പ്രാചീന തെളിവായിട്ട് എടുത്തുണ്ട്. പിന്നീട് KN ഗണേശാണ് കേരള ചരിത്രത്തിലെ ഇന്നലകൾ എന്ന് പറയുന്ന കൃതിയിൽ സംഘസാഹിത്യ കൃതികളുടെ ഗോത്ര സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഷിക സംസ്കാരവും
അഗ്രോ പാസ്റ്ററൽ സമൂഹത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ, പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോലുള്ള മൺപാത്രങ്ങൾ ഇതിനുപയോഗിച്ചിരുന്നു എന്നുള്ള വാദം കേരള ചരിത്രത്തിന് ഉപയോഗിക്കുന്നത്. ടി സത്യമൂർത്തി പിന്നീട് അതേപോലുള്ള വാദം വെക്കുന്നു. രാജൻ ഗുരുക്കൾ രാഘവരും ഇതേ തരത്തിലുള്ള കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ആദിമ ഗോത്ര സമൂഹത്തിന്റെ തെളിവുകളായിട്ട് ഇത് പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വെച്ചാൽ ഉദയരവി എസ് മൂർത്തിയോ അല്ലെങ്കിൽ ബി കെ ഗുരുരാജ റാവു അതിന് മുമ്പോ ഒക്കെ നടത്തിയ തരത്തിലുള്ള മെഗാലിത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രാചീന ചരിത്രത്തെ പഠിക്കാനുള്ള, അതോടൊപ്പം തന്നെ സംഘസാഹിത്യ കൃതികളെയും ലിഖിതങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി, പഴയ തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി പഠിക്കാനുള്ളൊരു ശ്രമം കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ല എന്നുള്ളതുമാണ്. പാസിംഗ് റെഫറൻസ് ആയിട്ട് ഈ തെളിവുകൾ പറഞ്ഞു പോകുന്ന രീതി മാത്രമാണ് ഉണ്ടായത്. പിന്നീട് വന്ന പഠനം റീജിയണൽ ആയിട്ട് മെഗാലിത്തിനെ പറ്റിയുള്ള അന്വേഷണങ്ങളാണ്. അത് അധികവും PhD തീസിസിന്റെ ഭാഗമായിട്ടുള്ളത് കെ എം ജോർജ്, BP ദേവദാസിന്റെ ആർക്കിയോളജി ഓഫ് ഏറനാട്, ജയശ്രീ നായരുടെ മെഗാലിത്ത് കാസർഗോഡ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരുപക്ഷെ വേണ്ടത്ര ആളുകളിലേക്ക് എത്താതെ പോയൊരു പഠനം രാജൻ ചേട്ടമ്പത്തിന്റെ പഠനമാണ് മെഗാലിത്സ് ആൻഡ് ഏർലി ഹിസ്റ്റോറിക് പീരീഡ് ഇൻ പെരിയാർ. ഒരർത്ഥത്തിൽ മെഗാലിത്തിനെ അയണേജ് ഏർലി ഹിസ്റ്റോറിക് പീരീഡിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠനം അതാണ്. പിന്നീട് ജെന്നി പീറ്റർ, അജയ് CA, മഞ്ജുള പോയിൽ, ഇങ്ങനെ പലതരത്തിലുള്ള അജിത് കുമാർ സാറിന്റെ പഠനം, എത്നോ ആർക്കിയോളജിക്കൽ ആസ്പെക്ട്സിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. നിരവധി പഠനങ്ങൾ ഇടുക്കിയിൽ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ള ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള നാട്ടിൽ പാഷനോടുകൂടി സമീപിക്കുന്ന ആളുകളുണ്ട്. നിഖിൽ ദാസിന്റെ തീസിസ് വന്നിട്ടുണ്ട്. സെൻട്രൽ കേരളയിലെ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ദിനേശ് കൃഷ്ണന്റെ അമ്പിളി CS ഇവിടെ വന്ന പഠനങ്ങൾ, സുജന സ്റ്റീഫന്റെ പഠനം, സുജാത KS മെഗാലിത്ത് ഭാരതപ്പുഴ ബേസിൻ, ബിനോയ് ജോസിന്റെ മെഗാലിത്ത് വയനാട്, ജസീറ. ഇതിൽ വ്യത്യസ്തമായ ഒരു പഠനം ജസീറയുടെ മെഗാലിത്തിക് പോട്ടറിയെ കുറിച്ചുള്ള, ഏറ്റവും റീസെന്റ് ആയിട്ട് ആര്യയുടെ ഇവിടെ തന്നെ രാജേഷ് മാഷ കൂടെ വന്ന പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ റീജിയണൽ ആയിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള റിവർ ബേസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. അത് നല്ലതുമാണ്. ഞാൻ പറഞ്ഞത് ഇനി ഏറ്റവും കൂടുതൽ നടക്കേണ്ടതും അത് തന്നെയാണ്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് ഇതുവരെ നടന്നു വന്നതും മെഗാലിത്തിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇതൊരു അക്കാഡമിക് ലെവലിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നിൽക്കുന്ന ഒന്നാണെങ്കിൽ, ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും പൊതുജനങ്ങളാണ്. അവരെങ്ങനെയാണ് ഇതിനെ കണ്ടത്? അതുകൂടി പരിശോധിക്കുമ്പോഴേ നമ്മൾ ഇതിനെ എങ്ങനെ ഇനി പഠിക്കണം എന്നുള്ളത് മനസ്സിലാവും. സാധാരണ ജനങ്ങൾ ഇതിനെ പ്രേതഭൂത വിശാചികളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് പൂർവികാരാധനയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞ പാണ്ഡവരുടെയും മുനിയറകളാണെന്നും പാണ്ഡവർ താമസിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ വേളം എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിൽ വേളം എന്ന സ്ഥലത്ത് ഫീൽഡ് വർക്ക് നടത്തുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നടത്തുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസമാണല്ലോ പ്രേതങ്ങളൊക്കെ ഇറങ്ങി സഞ്ചരിക്കുക എന്ന് ആൾക്കാർ പറയുക. അപ്പം ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇയാൾ കൊന്നാൻ സമ്മതിക്കില്ല. എന്നോട് പറഞ്ഞു പറ്റൂല, പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ, അത് യക്ഷിമൂടിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അവസാനം ഞാൻ ചെന്നപ്പോൾ വീട്ടിൽ ഒരു ഓണർ മാത്രം, ഒരു പ്രായം ചെന്ന ഒരാളുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു ആ വഴിക്ക് പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അത്യാവശ്യം നല്ല ധൈര്യമൊന്നുണ്ട്, ഇന്നത്ര ഇല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. എന്നാ പിന്നെ ഞാനും വരാം എന്ന് പറഞ്ഞ് അയാൾ വരികയാണ്. അയാൾ കത്തിയൊക്കെ എടുത്തോണ്ട് വന്ന് വടിയൊക്കെ എടുത്ത് ഈ കാടൊക്കെ വെട്ടി തെളിച്ച് ചെന്ന് നോക്കുമ്പോൾ എന്താ, ഒരു കുടക്കല്ല് വീണ് കിടക്കുകയാണ്. അപ്പൊ പുറകെ നോക്കി കഴിഞ്ഞാൽ യക്ഷിമുടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ, പക്ഷെ ആ ഞാനത് മിത്തിനെ പൊളിക്കാൻ പോയില്ല. വല്ലാണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ അത് പോവും. കാരണം യക്ഷിയുള്ള കാലത്തോളം അതവിടെ സൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കും. അപ്പം മറ്റൊന്ന് ട്രഷറാണ്, അഞ്ചനാടിക്കുടം, നിധി. പാനക്കര എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് KP ഷാജൻ സാറും ശ്രീലതാമോഹനും ഞാനും മുഹമ്മദ് ഇങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ അവർ ചെന്നിട്ട് നോക്കുന്ന സമയത്ത് ആളുകൾ കൂടി. ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. വന്നിട്ട് ചോദിച്ചു, നമ്മളെ നാട്ടിൽ നിന്ന് നിധി കുഴിച്ചു കൊണ്ടുപോവുകയാണോ? നമ്മളറിയാതെ നിങ്ങൾ എങ്ങനെ നിധി കുഴിക്കും എന്നുള്ളതാണ്. വലിയ പ്രശ്നമായി. അവസാനം ഗുരുക്കൾ മാഷ് വിളിച്ചു, ഗുരുക്കൾ മാഷൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞിരുന്ന ആളുകൾ ഇതിനെ, ആ പ്രദേശത്ത് അഞ്ചനാടിക്കുടം എന്നാണ്, അഞ്ചനം എന്ന് പറഞ്ഞ സ്വർണ്ണമാണ്. വയനാട്ടില് മെറ്റൽ ഡിറ്റക്ടർ ആളുകൾ സ്വകാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ആളുകൾ ഈ നന്നങ്ങാടി പരിശോധിച്ചു. അതിന്റെ മെറ്റൽ ഡിറ്റക്ടർ ഇരുമ്പാണോ സ്വർണ്ണാണോ എന്ന് അതിനറിയില്ല, ഇരുമ്പ് പിടിക്കും, അത് പോയി തകർക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടുപിടിക്കും. ഇതിന്റെ അകത്ത് നിധിയാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് നിധി ഇല്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. നിധിയുണ്ട്, ബ്ലാക്ക് ആൻഡ് റെഡ് വെയറും ഒക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നിധി കുംഭം എന്ന് പറയുന്നത്. സ്വർണ്ണം അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് സാധാരണക്കാർക്ക് പലർക്കും അറിയില്ല. ഇത്രയും എക്സ്പ്ലോറേഷൻ നടത്തിയിട്ട്, എക്സ്കവേഷൻ നടത്തിയിട്ടും ആളുകൾ കണ്ടെത്തിയതിൽ തന്നെ വളരെ നാമമാത്രമായിട്ട്
നമുക്ക് അരിപ്പയിൽ നിന്ന് നടുവിൽ നിന്ന് കിട്ടിയെന്ന് ജോൺ സാർ പറയുന്നു. പക്ഷേ അതിന്റെ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ്ഡ് അല്ല. അതിന്റെ റിപ്പോർട്ട് ആകെ അവൈലബിൾ ആവുന്ന മഞ്ജുള പോയിലിന്റെ തീസീസിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ദെൻ അരിപ്പ നമുക്ക് അതിന്റെ പി രാജേന്ദ്രൻ എക്സ്കവേറ്റ്, അല്ലാതെ വേറെ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പട്ടണം എക്സ്കവേഷൻ നടത്തിയ സമയത്ത് പോലും അവിടെ വളരെ നാമമാത്രമായ രീതിയിൽ മാത്രമാണ് നമുക്ക് ഗോൾഡ് റിമൈൻസ് കിട്ടുന്നത്. മറ്റൊന്ന് ക്യൂരിയോസിറ്റിയോട്, ഈ പേടിയോണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ ചിലത് ക്യൂരിയോസിറ്റിയാണ്, അതിനോടുള്ള പാഷൻ, ഒരു കൗതുകം കൊണ്ട് നിലനിർത്തുന്ന. ഇപ്പം ബദിരം, ഞാൻ ഫോട്ടോഗ്രാഫ്സ് കാണിക്കാം. ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഏതാണ്ട് കാസർഗോഡ് ജില്ലയിൽ, ഏതാണ്ട് ഒരു ലാൻഡിൽ മൊത്തം ഏതാണ്ട് 15ഓളം റോക്കറ്റ് ചേമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന് പോർട്ട് ഹോൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പ്ലോട്ട് ഓണർ, വളരെ നിഷ്കളങ്കനായ ഒരാൾ എന്നോട് പറഞ്ഞു, മാഷ ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് ഊഹിക്കാൻ പറ്റൂ? ഇത് ഗ്യാസ് പൈപ്പ് ആക്കി മാറ്റി, സെപ്റ്റി ടാങ്ക് ആക്കി മാറ്റി നടത്താം. റോക്കറ്റ് ചേമ്പറിന്റെ ഷേപ്പ് നിങ്ങൾ നേരത്തെ കണ്ടാണ്. അതിന്റെ ഫ്രണ്ട് കെട്ടി അടച്ചിട്ട്, ഞാനിത് വിശദമായിട്ട് പറയുന്നില്ല, കാരണം ഇനിയുള്ള റോക്കറ്റ് ചേമ്പേഴ്സ് ആളുകൾ ഇങ്ങനെയാക്കി മാറ്റാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു ഗ്യാസ് പൈപ്പ് ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഉള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഇത് കൊടക്കൽ സൈറ്റ് നിൽക്കുന്ന ഞാനാണ്. കൊടക്കൽ സൈറ്റിൽ ഏതാണ്ട് 6ഓളം കൊടക്കല്ലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അവശേഷിക്കുന്ന ഏക ഫോട്ടോ ഇതാണ്. മുഹമ്മദ് എടുത്ത ഫോട്ടോ ആണ്. 2010 ഇത് പ്ലോട്ട് ഓണർ കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തു. അത്രയും കാലം ആ പ്ലോട്ട് അവിടെ നിൽക്കാൻ കാരണം, ഞാൻ പേരാമ്പ്ര കോളേജിൽ CKG കോളേജിലാണ് പഠിച്ചത്. അവിടെ പീതാംബര മാഷൊക്കെ അന്ന് നമ്മളോട് പറയുമായിരുന്നു, ഇങ്ങനെ കൊടക്കല്ലുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ അവിടെയൊക്കെ ഈ പേടി ഉണ്ടായിരുന്നു. അതായത് രാത്രി ചിരി കേൾക്കാം, ചിലങ്കയുടെ ശബ്ദം കേൾക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ആ പ്രദേശത്തുള്ളതുകൊണ്ട് തന്നെ ഈ കൊട അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ JCBക്ക് പേടിയില്ലല്ലോ, അത് പ്രവർത്തിപ്പിക്കാൻ വന്നേ ആക്കൂല, അയാൾ വേറെ നാട്ടുകാരനാണ്. അവരിത് കംപ്ലീറ്റ് നിലംപരിശാക്കി കളഞ്ഞു. നമ്മളപ്പം തന്നെ, ഞാൻ KCHR പട്ടണത്തുള്ള സമയത്താണ് ചെറിയൻ സാറോട് പറയുന്നു. ചെറിയൻ സാർ അന്ന് DGP സംസാരിക്കുന്നു, പേരാമ്പ്ര സ്റ്റേഷനിൽ വിളിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, കസ്റ്റഡിയിൽ എടുക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നു. കാരണം എന്താ? പ്രൊട്ടക്റ്റഡ് മോണമെന്റിന് മാത്രമേ നിയമപരിരക്ഷയുള്ളൂ എന്നുള്ള നിയമവിദ്യാഭ്യാസം പോലീസുകാർക്കുണ്ടായിരുന്നു. അതാണ് അവസ്ഥ. ഇന്നതില്ല. എൻ്റെ സങ്കടം സഹിക്കാത്തതുകൊണ്ട് ഞാൻ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് മലയാളം വാരികയിൽ കൊടക്കലിന്റെ വിൽപത്രം എന്നൊരു ലേഖനം എഴുതി സമാധാനിച്ചു. അത്രേ നടക്കൂ. മറ്റൊന്ന്, നടുവിൽ നിന്ന് സ്വർണം കിട്ടിയെന്ന് പറഞ്ഞ സൈറ്റാണ്. ഇപ്പോഴും അവസ്ഥ അതാണ്, നേന്ത്രവട്ടത്ത്. അതിന്റെ അവസ്ഥ നോക്കൂ. ദെൻ ഇത് കുഞ്ഞിമംഗലത്ത് സ്കൂളിനോട് ചേർന്നുള്ള, 8ാം ക്ലാസ് 9ാം ക്ലാസ്സിനും പാഠഭാഗത്ത് പഠിക്കാനുണ്ട്. ഞാൻ സ്കൂളിൽ പോവുകയും ചെയ്തിരുന്നു. കുഞ്ഞിമംഗലം സ്കൂളിനോട് ചേർന്നുള്ള ഒരു സൈറ്റാണ്. കോളേജുകളിലൊക്കെയാണ് നമ്മളന്ന് ഗംഭീരാക്കിയതിന് വേറെ പർപ്പസ് ഉള്ളതുകൊണ്ട്, നാക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഗംഭീരാക്കിയത്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ ചുണ്ടേൽ സൈറ്റ്. ഇവിടെ ഒരു ലൈറ്റ് കാണുന്നില്ലേ? ഈ ലൈറ്റ് അപ്പുറം JCB തകർത്തതാണ്. JCB അപ്പുറം നിൽക്കുന്നുണ്ട്, അതിന്റെ പ്രകാശമാണ്. റോക്കറ്റ് ചേമ്പർ തകർത്താണ്. ചുണ്ടേൽ റോബർട്ട് സെവലിന്റെ, ഞാൻ വിശ്വസിക്കുന്നു അതാണെന്ന്. ഇതിന്റെ പേര് ഇപ്പോഴും ചുണ്ടാന്ന് തന്നെയാണ്, ചുണ്ടയിൽ സൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഏഴിലോട് ക്ഷേത്രത്തോട് ചേർന്നുള്ള സൈറ്റ്. മുഹമ്മദും ശ്രീലതയും ഞാനും ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു അവസ്ഥ, മഴക്കാലം. പിന്നീട് ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്ത സമയത്ത് അത് കെട്ടി അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് അവിടെ മതിലാണ്. ഇത് ബദിരമന, ഞാൻ പറഞ്ഞത് കൗതുകത്തോടുള്ള ഒരാൾ സംരക്ഷിക്കുന്നതാണ്. ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല. അയാളുടെ കൗതുകം അയാൾക്ക് ശേഷം ഉണ്ടാവണമെന്നില്ല. ഇത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള, നേരത്തെ പറഞ്ഞ റോക്കറ്റ് ചേമ്പറിനോട് ചേർന്നുള്ള പ്രദേശമാണ്. കല്ല് കൊത്തിയെടുത്തു, നശിപ്പിക്കപ്പെട്ടു. അത് ഇന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ നിലവിൽ യാതൊരു നിയമവും നമുക്ക് ഇല്ല. ഇതിനെങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? അട്ടപ്പാടി സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പ്ലോറേഷൻ പരിപാടി നടക്കുമ്പോൾ അന്ന് ഇതുപോലെ സംസാരിക്കുമ്പോൾ അവിടുന്ന് കേരള യൂണിവേഴ്സിറ്റി ഇവിടെ തന്നെ വന്നൊരു ആള് ചോദിച്ചു, സർ എങ്ങനെ ഈ സൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാം? ഒറ്റ രീതിയേ ഉള്ളൂ, ഡോക്യുമെന്റ് ചെയ്യാൻ. ഡോക്യുമെന്റേഷൻ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാനദണ്ഡം ഇന്ന് കേരളത്തിൽ. കാരണം അത്രയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണുള്ളത്. അവിടെ ഈ സൈറ്റ് നശിപ്പിക്കപ്പെടും. അതിനെ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികളോ ഗവേഷകരോ മാത്രം ശ്രമിച്ചാൽ നടക്കില്ല. KCHR പോലെയും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പോലുള്ളയും
നേരത്തെ അഭയൻ സാറ് പറഞ്ഞ ആ സൗഹൃദം ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റെയും റീജിയണൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും ASIയുടെ തൃശ്ശൂർ സർക്കിൾ ഇവരൊക്കെ സഹകരണം, അതിനൊരു സ്റ്റേറ്റ് പോളിസി തന്നെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. മെഗാലിസിനെ പഠിക്കാൻ നമുക്ക് നിരവധി സാധ്യതകളുണ്ട്. ഇപ്പൊ ആർക്കിയോളജി രീതിയിലുള്ള ഡോക്യുമെന്റേഷനും അതിന്റെ ഡിസ്കഷൻ പ്രോസസ്സും പൂർത്തിയാക്കിയിട്ടുള്ള പഠനങ്ങളും ഒന്നാം തരം പഠനങ്ങളാണ്. എന്നാൽ അതിനെ ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കാൻ, മറ്റ് തെളിവുകളെ വെച്ച് പഠിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുന്നുള്ളതാണ്. ഇത് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ് ഈ പറയേണ്ടത്. ഞാനത് വളരെ ചുരുക്കി മാത്രം പറയുകയാണ്, അതോടെ ഞാൻ അവസാനിപ്പിക്കാം. അതില് മെഗാലിത്ത് ആൻഡ് അയൺ ഏജ് early ഹിസ്റ്റോറിക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ഇരുമ്പ് യുഗ ചരിത്രാരംഭ കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇപ്പൊ മഹാശിലാ സ്മാരകം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെ ശിലായുഗമാണെന്ന് പൊതുവെ ധരിക്കാറുണ്ട്. പലപ്പോഴും പത്ര റിപ്പോർട്ടുകൾ തന്നെ തെറ്റായി മുമ്പൊക്കെ രേഖപ്പെടുത്തിയിട്ട് വരുന്നുണ്ട്. പത്രത്തിലുള്ള പത്രഭാഷയല്ല, പത്രത്തിൽ കൊടുത്ത ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ തന്നെ തെറ്റുവരുത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. മഹാശില എന്ന് പറയുന്നത് വലിയ ശിലകൾ കൊണ്ടുണ്ടാക്കിയ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് ലഷ്നിക്കും രാജൻകുരുക്കൾ രാഘവരൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. അതിന് പകരം അയണേജ് ബെറിയൽ എന്ന് ഉപയോഗിക്കണം. പക്ഷെ അവിടെയും പ്രശ്നമാണ്. അയണേജ് ബെറിയൽ എന്ന് പറയുമ്പോൾ അയണേജിൽ മാത്രമല്ല, മെഗാലിത്തിക് ട്രഡീഷൻ മിഡീവലിലും ലേറ്റ് മിഡീവലിലും വരെ തുടരുന്നുണ്ട്. ഇപ്പോഴും ഗോത്ര വിഭാഗങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മെഗാലിത്ത് എന്ന് പറയുമ്പം അതിന്റെ സൈസിനെ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് മഹാശിലാ സ്മാരകങ്ങൾ. ഇത് പ്രീ ഹിസ്റ്റോറിക് അല്ല, അയണേജ് early ഹിസ്റ്റോറിക് ആണ്. അപ്പോഴൊരു പ്രശ്നമുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞ കേരള ചരിത്ര പഠനങ്ങളിൽ, ആദ്യകാല പഠനങ്ങളിൽ ശ്രീധരമേനോനെ ഉള്ള ആളുകൾ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റുകൾ കേരള സർവേ ഓഫ് കേരള എന്ന് പറയുന്ന ടെക്സ്റ്റിലൊക്കെ പ്രീ ഹിസ്റ്ററി ആയിരുന്നു. പിന്നീട് സർവേ ഓഫ് കേരള അയണേജ് ഇൻ കേരള സത്യമൂർത്തിയുടെ വർക്ക് വന്നപ്പം അതിന് അയണേജ് എന്ന് പറയുന്ന ഫേസിലേക്ക് വരുന്നു. കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരളയിൽ അയണേജ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. പക്ഷെ അതിന് ശേഷം വരുന്ന ക്ലാൻസ് ആൻഡ് ചീഫ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ സംഘസാഹിത്യ കൃതികളെ മാത്രം ഉപയോഗപ്പെടുത്തി പഠിക്കുകയാണ് ചെയ്തത്. അതായത് മെഗാലിത്തിന് അയണേജ് കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനും സംഘസാഹിത്യത്തെ early ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് പഠിക്കാനും സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റർ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ 2018 പ്രസിദ്ധീകരിച്ച രാജൻകുരുക്കൾ രാഘവരുടെ പുസ്തകത്തിൽ വീണ്ടും മെഗാലിത്തിനെ പ്രീ ഹിസ്റ്റോറിക് എന്നുള്ള ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രീ ഹിസ്റ്റോറിക് അല്ല, അത് അയണേജ് early ഹിസ്റ്റോറിക് കാലഘട്ടത്തിലാണ്. അങ്ങനെ അതായത് ചരിത്രാരംഭ കാലഘട്ടത്തിലെ തെളിവാണ് മെഗാലിത്ത് എന്നുള്ളതാണ്. അപ്പം 9ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിന്റെ വളർച്ചയെ, കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥയെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ് മെഗാലിത്തുകൾ. അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് സംഘസാഹിത്യ കൃതികൾ, പ്രത്യേകിച്ച് 8 തുകൈ കളക്ഷൻ, അകനാനൂറ്, പുറനാനൂറ്, നറ്റെണ്ണി, കുറുന്തൊകൈ, കലിത്തൊകൈ, ഐങ്കുനൂറ് എന്നൊക്കെ പറയുന്ന കൃതികൾ, മണിമേഖല പോലുള്ള എപ്പിക്കാവ്യങ്ങൾ, പിന്നെ തൊൽക്കാപ്പിയം പോലുള്ള ആദ്യകാല ഗ്രാമർ ടെസ്റ്റുകൾ, ഏർലി തമിഴ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻ, പ്രത്യേകിച്ച് എടക്കൽ കേവ് എന്നൊക്കെ കിട്ടിയിരുന്ന ആദ്യകാല തമിഴ് ബ്രാഹ്മി ഉണ്ട്, അഴകർമലൈ. കാരണം കേരളം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തമിഴകത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ പട്ടണം, വിഴിഞ്ഞം പോലുള്ള സൈറ്റുകളിൽ നിന്നുള്ള എവിഡൻസ് ഇതെല്ലാം വെച്ചുകൊണ്ട് അയണേജ് early ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ ഒരു പ്രൊഡക്ഷൻ പാറ്റേൺ മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് ലോങ് ഡിസ്റ്റൻസ്, ഇപ്പോൾ പ്രധാനത്തിന് ഒരുപാട് ബീഡ്സ് കിട്ടുന്നുണ്ട്. ഈ ബീഡ്സ് എല്ലാം തന്നെ കാർണീലിനായാലും അമത്തീസ്റ്റ്, അഗേറ്റ്, ക്രിസ്റ്റൽ, ഇതൊന്നും തന്നെ ലോക്കലി അവൈലബിൾ ആയുള്ള കല്ലുകൊണ്ട് ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം പുറത്തുനിന്ന് ഗുജറാത്ത് കോസ്റ്റ്, മഹാരാഷ്ട്ര കോസ്റ്റ്, കൊടുമണൽ ഏരിയ ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത്. അതേസമയത്ത് സംഘസാഹിത്യ കൃതികൾ നമുക്ക് മൊഴിപ്പെയർ ദേശത്തു നിന്നുള്ള ആളുകളെ കുറിച്ചുള്ള സൂചന ഉണ്ട്, വടുകരെ കുറിച്ചുള്ള സൂചനകളുണ്ട്. മാത്രമല്ല പ്രൊഫഷണൽ മർച്ചന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന അഴകർമല ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നുണ്ട്. പൊൻവണികൻ, കൊഴുവേ വണികൻ, അരുവേ വണികൻ എന്നൊക്കെ പറയുന്ന കുറെ പ്രയോഗങ്ങൾ തന്നെ കിട്ടുന്നുണ്ട്. വർത്തക സംഘങ്ങളുടെ യാത്രകളെ കുറിച്ച് സംഘസാഹിത്യ കൃതികളിൽ മണി കച്ചവടം ചെയ്ത ആളുകളെ കുറിച്ച്, മണി എന്ന് പറഞ്ഞാൽ മുത്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽസ് ആൻഡ് നോളജിനെ കുറിച്ച്, ഒക്കുപ്പേഷൻ കാറ്റഗറിയെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നിരവധിയായിട്ട്. ഇപ്പൊ നമ്മൾ റോക്കറ്റ് ചേംബർ കാണുന്ന ഇതിനെക്കുറിച്ചുള്ള അറ്റംപ്റ്റ് ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരളയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ആർക്കിയോളജിക്കൽ ഒബ്ജക്റ്റിനെ മാത്രം വെച്ചുകൊണ്ടാണ്. എന്നാൽ സംഘകൃതികളെ കുറിച്ച് വെച്ചുകൊണ്ട് പഠിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത തമിഴ് പഠനങ്ങളിൽ നിരവധി വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്നേ വരെ അത്തരത്തിലുള്ള പഠനം വന്നിട്ടില്ല. മെഗാലിത്തിനെ ബെറിയൽ മോണമെന്റ് ഓർ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കാണിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്നതിനെ അപ്പുറത്തേക്ക് കാണാൻ ശ്രമിച്ചിട്ടില്ല. അതിനുള്ള ഒരു കാരണം
കേരളത്തിൽ നിന്ന് ബെറിയൽ കം ഹാബിറ്റേഷൻ സൈറ്റ് എന്നിവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നമുക്ക് ബെറിയൽസും ബെറിയൽ കം ഹാബിറ്റേഷൻ സൈറ്റ്സും കണ്ടെത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇതേവരെ നമുക്കത് കിട്ടിയിട്ടില്ല. കേരളത്തിൽ ഹാബിറ്റേഷൻ സൈറ്റ്സ് തന്നെ പട്ടണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വളരെ നാമമാത്രമായിട്ട് പട്ടണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ബെറിയൽ കോണ്ടെക്സ്റ്റ് അല്ല. ഇപ്പം പൊരുന്തലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബെറിയലും ഹാബിറ്റേഷൻ കോണ്ടെക്സ്റ്റ് ഒരുമിച്ച് കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് അത് കിട്ടണം നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമല്ല. കാരണം ഇത്ര അൺഡുലേറ്റഡ് ആയ ടോപ്പോഗ്രഫി, 2 മൺസൂൺ സീസൺ, ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെറ്റിൽമെന്റിനെ കുറിക്കുന്ന സൂചന നമുക്ക് കിട്ടണം. ആനക്കരയിൽ നിന്ന് വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് മെഗാലിത്തിക് ബെറിയൽ ഇറ്റ്സെൽഫ് is an indication of the early Iron Age and early historic settlement. മരിച്ച ആളുകൾ സ്മാരകം ഉണ്ടാക്കൂലല്ലോ. സ്മാരകം ഉണ്ടാക്കിയ ആളുകൾ മെഗാലിത്തിക് ബിൽഡേഴ്സ് ആണ്, അതിനുശേഷമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അതിന്റെ പൂർവികർക്ക് വേണ്ടി അവരാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ അതിനെ പഠിക്കാൻ. അപ്പൊ സ്റ്റോൺ മേസൻസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് റോക്കറ്റ് ചേമ്പറിനകത്തുള്ള ഈ ചിസൽ മാർക്കിംഗ് നോക്കണം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അനീഷ് രഞ്ജിത്ത് തോന്നുന്നു, ഇപ്പൊ 2 ബ്ലൈൻഡ് സ്റ്റുഡൻസ് ആണ്. അവർ രണ്ടുപേരും ടീച്ചേഴ്സാണ്. ഒരാൾ ഗവൺമെന്റ് കോളേജ് മാഷാണ് കാസർഗോഡുള്ള. അപ്പൊ ഇവര് അനക്കര സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ അതിൻ്റെ ഉള്ളിൽ പരതി നോക്കിയിട്ട് അവരാണ് പറഞ്ഞത്, ചിസൽ മാർക്ക് ഉണ്ടല്ലോ, ഉളിന്റെ ഇത് കാണുന്നുണ്ടല്ലോ രാജേഷ് ഏട്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നോക്കിയത്. കാരണം നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ സ്ട്രക്ചറിനെ മൊത്തത്തിലാണ് നോക്കുന്നത്. സൂക്ഷ്മമായിട്ട് നോക്കുന്ന സമയത്ത് ചിസൽ മാർക്ക്, അവിടെ നിന്ന് ചിസൽ കിട്ടിയിട്ടുണ്ട്, മെഗാലിത്തിൽ നിന്ന് ഒരുപാട് ചിസൽ കിട്ടുന്നുണ്ട്, ഉളിയുടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്ത് സ്ട്രക്ചറിനെ പഠിക്കാൻ, അതിന്റെ സ്കിൽസ് ആൻഡ് നോളജ് സിസ്റ്റത്തെ പഠിക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് അന്ന് ഉണ്ടായത്, അതൊന്നും പ്രസൻസ് അല്ല, ആബ്സെൻസ് ആയിട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ ലിഖിതങ്ങളിലാണ് എഴുതി വെച്ചിട്ടുണ്ടാവും. പഴുവേ വണികൻ, കൊഴുവണികൻ എന്നൊക്കെ ഉള്ളത് അഴകർമല ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. പക്ഷെ മെഗാലിത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചർ കാണുന്നു. ആ സ്ട്രക്ചറിൽ അത് ഉണ്ടാക്കിയ മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ട്. മാത്രമല്ല ഇവർക്ക് കാലാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള ആൾക്കാരായിരുന്നു. കാരണം ഈ റോക്കറ്റ് ചേമ്പറിന് ചുറ്റൊക്കെ ഈ ചാല് കീറി വെക്കുന്ന ഏർപ്പാടുണ്ട്. മാത്രമല്ല റോക്കറ്റ് ചേമ്പറിന്റെ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും അതിനകത്തേക്ക് വെള്ളം കയറുന്ന രീതിയിലല്ല ഉണ്ടാക്കിയത്. കൊടക്കലിന്റെ ഷേപ്പ്, കൊടക്കൽ ഇങ്ങനെയാണ്. ആ കൊടക്കലിന്റെ ഷേപ്പ് അങ്ങനെ ആവാനുള്ള കാരണം ഈ മഴയെക്കുറിച്ച് അവർക്ക് ബോധം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഈ ലാറ്ററൈറ്റ് നേരെ വെട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ്. കാരണം പട്രകുളത്തിൽ നിന്ന്, ലോകം തന്നെ റിപ്പോർട്ട് ചെയ്ത സൈറ്റിൽ നിന്ന് പട്രകുളത്തിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? കൊടക്കലിന്റെ അടിയിൽ ചെങ്കല്ലും മുകളിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന കരിങ്കല്ലിന്റെ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൊടക്കൽ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ കൊട ഉണ്ടാക്കിയത് മഴയെ ചെറുക്കാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സോഷ്യൽ റാങ്കിങ്ങിനെ കുറിക്കുന്ന വ്യത്യസ്ത ടൈപ്പോളജി കാണിക്കുന്നതിന് സോഷ്യൽ റാങ്കിങ് ആണ്. ഇപ്പൊ സംഘകൃതിയിൽ മേലോറും കീഴോറും ഉണ്ട്. മേലോർ എന്ന് പറഞ്ഞാൽ മേലുള്ള ആൾക്കാരും, കീഴോറ് അപ്പൊ എഴുജിനർ എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ അവിടെയും കാണാം. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ബെറിയൽ ഫോംസ് അല്ലെങ്കിൽ വെർഷിപ്പിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ റീജിയണൽ ആയിട്ട് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകിച്ച് റിവർ ബേസിൻ കാച്ച്മെന്റ് ഏരിയയിലുള്ള സെറ്റിൽമെന്റ് സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിലുള്ള ഒരു സംഗതി, കുപ്പം, വളപട്ടണം, പഴയങ്ങാടി റിവർ ബെൽറ്റിൽ ഞാൻ നടത്തിയൊരു അന്വേഷണം അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഗവേഷണം എന്നുള്ള രീതിയിൽ ഞാൻ അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ പഠനങ്ങളും വേറെ മേഖലയിലാണ്. അപ്പൊ അതില് നോക്കുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് പെരുമ്പ റിവർ ബെൽറ്റിൽ ഏറ്റവും കൂടുതൽ റോക്കറ്റ് ചേമ്പേഴ്സ് കാണുന്നു. ഇതിൽ ഞാൻ പറയുന്നത് കൃത്യമായ വിവരം അല്ല കേട്ടോ, എനിക്ക് കിട്ടിയ എവിഡൻസിനനുസരിച്ച്. അങ്ങനെയാണല്ലോ നമുക്ക് ചരിത്രം പറയാൻ പറ്റൂ. അപ്പം അത് നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഈ സെറ്റിൽമെന്റിന്റെ സ്വഭാവം കൂടുതൽ കാണും. ഞാൻ റോക്കറ്റ് ചേമ്പറിനെ സെറ്റിൽമെന്റ് ആയിട്ട് എടുക്കുകയാണ്. കാരണം മരിച്ച ആളുകളല്ല ഇതുണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ ബെറിയൽസിനെ സെറ്റിൽമെന്റ് സ്വഭാവമായിട്ട് എടുക്കും. ഞാനത് പറയാൻ കാരണം ഒരു ആർക്കിയോളജി സെഷനിൽ മുമ്പൊരിക്കും, ഇവിടെയല്ല, ഒരു കോളേജിൽ നടത്തിയ സമയത്ത് ഞാൻ ടൈറ്റിൽ മെഗാലിത്ത് എവിഡൻസ് ഓഫ് അങ്ങനെ ടൈറ്റിലാണ്. പക്ഷെ ടൈറ്റിലെ ഒരു കണ്ടന്റ് സെറ്റിൽമെന്റ് എന്നാണ്. അപ്പൊ മെഗാലിത്ത് സെറ്റിൽമെന്റ് എന്നാണ്. ബാക്കി എല്ലാവരും കൂടി എന്നെ തുറച്ചു നോക്കി. കാരണം മെഗാലിത്തിക് ബെറിയൽ അല്ലേ, ഇവിടെ സെറ്റിൽമെന്റ് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ബെറിയൽ സെറ്റിൽമെന്റ് ആവും എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ മറികടക്കണമെങ്കിൽ മെത്തഡോളജിക്കലി സമീപിക്കുകയെ രക്ഷയുള്ളൂ. കാരണം ഇവിടുന്ന് ബെറിയൽ ഹാബിറ്റേഷൻ കോണ്ടെക്സ്റ്റ് കിട്ടിയാലേ നമ്മൾ ബെറിയലിനെ ഉപയോഗിക്കുന്നുള്ള അവസ്ഥ മാറണം. ബെറിയൽ വെച്ചുകൊണ്ട് ആബ്സെന്റ് ആയിട്ട് കിടക്കുന്ന ഹാബിറ്റേഷൻസിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിയണം.
അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പെരുമ്പ റിവർ ബെൽറ്റ് ആ ഒരു ഏരിയയിലാണ് നന്നൻ ഓഫ് ഏഴിമല എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഗോത്ര സമൂഹം ഉണ്ടായിരുന്ന കോലത്ത് നാടിന്റെ ഏർലി സോഷ്യൽ ഫോർമേഷൻ നടക്കുന്ന ഒരു സ്ഥലം ഇതായിരുന്നു എന്ന് സംഘസാഹിത്യ കൃതികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഒരു പഠനം നടത്താൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസിന് മാത്രമല്ല പ്ലസ് സംഘസാഹിത്യ കൃതികളിലെ മലയാളത്തിൽ അവൈലബിൾ ആണല്ല അത്തരം സാഹിത്യ കൃതികളുള്ള തെളിവുകൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വെറുതെ റെഫറൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇരുമ്പ് ചെയ് കൊല്ലൻ, കരുങ്കൈ കൊല്ലൻ, ഇങ്ങനെ നിരവധി ആരോ ഹഡ്സിനെ കുറിച്ചൊക്കെ സൂചന തരുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ പാട്ടുകൾ, കലഞ്ചേ കോവെ, വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. കലഞ്ചേ കോവെ, കലഞ്ചേ കോവെ. കെ രാജൻ സാറിന്റെ മെമ്മോറിയൽ സ്റ്റോൺ എന്നുള്ള കൃതി എടുത്ത് നോക്കിയാൽ അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങൾ, അപ്പൊ ഈ രീതിയിലുള്ള സാധ്യതകൾ അന്വേഷിച്ച ചില കുറച്ച് പഠനങ്ങളുണ്ട്. ഒന്ന് ദിനേഷ് കൃഷ്ണന്റെ പഠനം, പിന്നെ ഞാൻ നടത്തിയ പഠനങ്ങൾ ജസീറ മജീദ് നടത്തിയിട്ടുണ്ട്. ആര്യ നായർ VS തന്നെ പഠിച്ച ആളാണ്. ഇവരൊക്കെ ചെറിയ ചെറിയ പരാമർശങ്ങൾ ഇതിന്റെ അതായത് ആർക്കിയോളജിക്കൽ എവിഡൻസിനെയും ലിറ്റററി എവിഡൻസിനെയും എപ്പിഗ്രാഫിക്കൽ എവിഡൻസിനെയും പട്ടണത്തിൽ നിന്നുള്ള എവിഡൻസിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട്, കാരണം പട്ടണത്തിൽ ബീഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് പട്ടണത്തിൽ നടന്നിരുന്നുള്ള തെളിവ് കാണിക്കുന്നത് ഈ മെഗാലത്തിൽ കാണുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയ ബീഡ്സ് ഒന്നും തന്നെ പുറത്തുനിന്ന് പൂർണ്ണമായിട്ടും വന്നതാവണമെന്നില്ല, ഒരു പക്ഷേ ഇവിടെ ഉണ്ടാക്കിയതുമാവാം എന്നൊക്കെയുള്ള സൂചനകളാണ് ഇതിലേക്ക് തരുന്നത്. അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ഈ രീതിയിൽ 200 വർഷങ്ങൾക്ക് ഇപ്പുറവും മെഗാലിത്തിക് സ്റ്റഡീസ് കാര്യമായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടാനുള്ള ശ്രമങ്ങൾ ഒരു സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി വന്നിട്ടില്ല എന്നുള്ളതും, ഗവേഷകർ നടത്തുന്ന ചില പഠനങ്ങൾ അങ്ങിങ്ങായി നടക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ കൊണ്ടുവരാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ റിവർ ബേസിൻ കാച്ച്മെന്റ് ഏരിയയിലും കൂടുതൽ പഠനങ്ങൾ നടത്തണം. ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും കിടക്കുകയാണ്. ഇനിയും വൈകിയാൽ അത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതിനുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇത്തരം ബോഡികൾ നൽകാൻ ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അതിനനുസരിച്ച് കേരളത്തിലുള്ള എല്ലാ മ്യൂസിയം ഇപ്പൊ നടക്കുന്നുണ്ട്. മ്യൂസിയംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മ്യൂസിയങ്ങളിലൊക്കെ തന്നെ ഒബ്ജക്റ്റ് ഒക്കെ പഴയ പേരിലാണ് വെച്ചിരിക്കുന്നത്. ഒരു കൊറാബറേറ്റീവ് എക്സസൈസ് നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു അയൺ ഏജ് ഏർലി ഹിസ്റ്റോറിക് സോഷ്യൽ ഫോർമേഷനെ കുറിച്ച് പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ KCHR പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് കൃത്യമായി ജനങ്ങളിലേക്ക് എഴുത്തുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയൊക്കെ എത്തിക്കുകയും, ഇത് നിധികുംഭങ്ങളല്ല, അതേസമയത്ത് പ്രാചീന ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ള അമൂല്യമായ നിധിയാണ് എന്നുള്ള ഒരു അറിവ്, അവബോധം ആളുകളിലേക്ക് എത്തിക്കുകയും വേണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ ഏരിയയിൽ, ഈ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. അത് ഗവേഷകരോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിന് തയ്യാറാവാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്നും അതിന് അവരെ പ്രാപ്തരാക്കാൻ KCHR ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകളും തയ്യാറാവണം, അതിന് കഴിയണം. അങ്ങനെയായാൽ മാത്രമേ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ തന്നെയാണ്. ഡോക്യുമെന്റേഷനിലൂടെ മാത്രമേ നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. But finally, Paul Ban. കേരളത്തിലെ അയൺ ഏജ് റിസർച്ചിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അതിൽ നടന്നിട്ടുള്ള മെത്തഡോളജിക്കൽ ഷിഫ്റ്റ്സും ഇപ്പം നിലവിൽ ഉള്ള അവസ്ഥയും ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടതെന്നും ഫ്യൂച്ചർ റിസർച്ചിന്റെ ഡയറക്ഷൻസ് എന്തൊക്കെയാണെന്നും ഒക്കെ വളരെ വിശദമായിട്ട് ഡോക്ടർ രാജേഷ് KP ഈ ടോക്കിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഇവിടെ അവതരിപ്പിച്ചു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ദയവായി ഇവിടെ പ്രകടിപ്പിക്കണം. നന്ദി. സർ, നമുക്ക് ഓൺലൈനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സർ, എനി റെഫറൻസ് റിഗാർഡിംഗ് ദി യൂസ് ഓഫ് പോർട്ട് ഹോൾസ് ഇൻ സംഗം ലിറ്ററേച്ചേഴ്സ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ പോർട്ട് ഹോൾസ്?
why it is made? ഇത് ഓഫറിങ്സ് കൊടുക്കാനാണെന്നും അതല്ല സ്പിരിറ്റ് പുറത്തേക്ക് പോകാനുള്ളതാണ് അല്ലെങ്കിൽ ആത്മാവ് പുറത്തേക്ക് പോകാനുള്ള വിശ്വാസം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു സംഗതി സ്ട്രക്ചർ അനുസരിച്ച് സംഘസാഹിത്യകൃതികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ കാണുന്ന സമയത്ത് ബെറിയൽ എന്ന് പറഞ്ഞ ടിപ്പിക്കൽ ബെറിയൽ ഫോം പോട്ടാണ്, മൺകുടമാണ്, വലിയ ജാറ് തന്നെയാണ്. ടിപ്പിക്കൽ ബെറിയൽ ഫോം എന്ന് പറഞ്ഞാൽ ജാറ് തന്നെയാണ്. ഇപ്പോഴും സിംബോളിക് ആയിട്ട് നമ്മൾ എല്ല് കഷ്ണങ്ങളൊക്കെ മൺപാത്രത്തിനകത്ത് വെക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. നമ്മൾ ഈ റോക്കറ്റ് ചേമ്പറിനകത്ത് ഇപ്പോൾ പോട്ട് ഹോൾ ചേമ്പറിനകത്ത് കയറിയിട്ട്, ഞാൻ പറഞ്ഞ പില്ലർ ചേമ്പർ അല്ല, പോട്ട് ഹോൾ ഇപ്പൊ ചോദ്യത്തിനനുസരിച്ചുള്ള, അതായത് ഈ പോട്ട് ഹോളിനകത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് സെക്ഷൻ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മൺപാത്രത്തിനകത്തിരിക്കുന്ന അതേ പ്രതീതിയാണ്. അതിന് നെക്ക് പോർഷൻ അതിനൊരു അടപ്പും വെച്ചിരിക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ അത് ഒരു ആത്മാവ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഓഫറിങ്സ് പിന്നീട് കൊടുക്കാനുള്ളതോ ഒക്കെ ആവും എന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു സാധനം, ഈ പോട്ട് കല്ലിലുണ്ടാക്കിയല്ലേ, കല്ല് കുഴിച്ചിട്ട് പോട്ടോടെ കുഴിക്കേണ്ട കാര്യമില്ലല്ലോ. അതേസമയത്ത് കല്ല് തന്നെ ഇത് ഉണ്ടാക്കിയ പോലുള്ളൊരു സംഗതിയായിട്ടാണ് തോന്നിയത്. ഇത് ഫൈനൽ ആൻസർ അല്ല, എനിക്ക് തോന്നിയൊരു സംഗതി അതാണ്. സംഘസാഹിത്യത്തിൽ ഒന്നുമില്ല എന്നാണ് മാഷ് സൂചിപ്പിച്ചത്. സംഘസാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് മെൻഹിറിനെ കുറിച്ചാണ്. മെൻഹിറിന്റെ മോൾ വെച്ച് നടുകൽ പതുക്കൈ എന്ന് പറയുന്ന പ്രയോഗം, പതുക്കൈ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ സർക്കിളാണ്, പതുക്കൈ, നടുകൽ, ഇതിനെക്കുറിച്ചൊക്കെ അത് കൂടുതൽ നമുക്ക് കെ രാജന്റെ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആയാലും ഏറ്റവും നല്ല ഒരു റെഫറൻസ് കെ രാജന്റെ മെമ്മോറിയൽ സ്റ്റോൺ ആണ്. ഈ ഡോൾമെൻസ് സിസ്റ്റ് അതുപോലത്തെ നമുക്ക് വയർലെസ് കിട്ടുമ്പോൾ അതിന്റെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അതൊരു സോഷ്യൽ ഹൈറാർക്കിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ലിറ്ററേച്ചറിലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വല്ലതും പറയുന്നു? ഇത് റെപ്രസെന്റ് ചെയ്യുന്ന സംഘസാഹിത്യ കൃതികളിൽ നമുക്ക് ഈ പറയുന്ന സംഘസാഹിത്യത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ കൂടുതൽ ഈ പറയുന്ന ഹൈറാർക്കി, സോഷ്യൽ ഹൈറാർക്കിയെ കുറിച്ച് സൂചനയുണ്ട്. മേലോറും കീഴോറും എന്നൊക്കെ പറയുന്ന സംഗതി കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാളുപരി ഇപ്പം നിലവിൽ കൾച്ചർ ഹിസ്റ്ററി ഓഫ് കേരളയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു സെൽവകുമാർ സാർ ആർട്ടിക്കിള് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ ഈ സോഷ്യൽ ഹൈറാർക്കിയിൽ ടൈപ്പോളജിയിലെ ഡിഫറൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടൈപ്പോളജിക്കൽ ഡിഫറൻസ് ഒരു സോഷ്യൽ റാങ്കിങ്ങിന്റെ സൂചനയാണ്. പക്ഷെ അങ്ങനെ ഒരു സോഷ്യൽ റാങ്കിങ്, പൊളിറ്റിക്കൽ റാങ്കിങ് ഉണ്ടായിരുന്നതിന് സംഘസാഹിത്യത്തിൽ സൂചന വേറെ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ വേളിർ കീഴാർന്നൊക്കെ കുടിയുണ്ട്, ഊരുണ്ട്, നാടുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ കീഴാർ, വേളിർ, വേന്തർ എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ ഹൈറാർക്കിയുടെ ഒരു സൂചന പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വംശാവലി ഉണ്ടായിരുന്ന സൂചന ഈ പുകലൂർ ലിഖിതങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. പതിറ്റിപ്പത്ത് എന്ന കൃതിയിൽ ഉദിയൻ ലീനേജും ഇരുമ്പുറൈ ലീനേജ് എന്ന് പറയുന്ന രണ്ട് വംശാവലിയെ കുറിച്ച് പറയുന്നുണ്ട്. കോണ്ടക്ച്വലി പറഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വംശാവലി ചരിതം കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തത് പതിറ്റിപ്പത്താണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത് കൽഹണന്റെ രാജതരംഗിണി എന്നാണ്. കോണ്ടക്ച്വലി പറഞ്ഞതേ ഉള്ളേ. പക്ഷെ എന്തായാലും ഈ ടൈപ്പോളജി സോഷ്യൽ റാങ്കിങ് കാണിക്കുന്നത് തന്നെയാവും എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഞാൻ പറഞ്ഞ ആ രീതിയിൽ ഡോക്യുമെന്റേഷൻ നടന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഈ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ റീജിയണലായിട്ട് ഗവേഷകർ നടത്തിയ പഠനങ്ങളല്ലാതെ നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഒരു 100 ഡോൾമൻ എടുത്തിട്ട് അതിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. 100 റോക്കറ്റ് ചേമ്പർ ഇല്ലാത്തതുകൊണ്ടല്ല, 100 കിട്ടും. ഈ 100 എണ്ണത്തിൽ ഓരോന്നിന്റെ അളവ് ഇപ്പൊ ഞാൻ പലതും നോക്കിയിരുന്നു, ഒന്നും മനസ്സിലായിട്ടല്ല അന്ന് നോക്കിയത്. വെറുതെ സെൽവകുമാർ സാർ ഡോക്യുമെന്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ഞാനും അതുപോലെ ചെയ്തു എന്നല്ലാതെ ഇത് എന്തിനാ ചെയ്തതെന്ന് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഈ ഡോർ ജാംസ് എന്ന് പറയും ഇതിങ്ങനെ. അപ്പൊ അതിന്റെ അളവ് നോക്കുന്ന സമയത്ത് 10 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ഈക്വൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ ഇവിടെ ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ മാത്രമല്ല അതിന്റെ ഉള്ളിലെ ഡയാമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ പോട്ട് ഹോളിന്റെ ഡയാമീറ്റർ, പോട്ട് ഹോളിന്റെ തിക്നെസ്, ഇതൊക്കെ മാറ്റമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എങ്ങനെയാണോ പ്രതലം അതിനനുസരിച്ചാണ്. ഇപ്പം ചിത്രാരിയില് ജോൺ സാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കെ ജെ ജോൺ. ചിത്രാരിയിൽ ഒരു റോക്കറ്റ് ചേമ്പർ ഉണ്ടാക്കിയിട്ട് അതിന്റെ തൊട്ടപ്പുറം തന്നെ വേറൊരു റോക്കറ്റ് ചേമ്പർ പണിതീരാത്തതുണ്ട്.
ഇവിടെ അതായത് തിരൂരങ്ങാടിക്കാണ് അടുത്ത് ഒരു 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 ഹാജിയാര പറമ്പാണ്, സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു, ഒടിയിൽ പറമ്പിൽ. അപ്പൊ അവിടെ 4ഓളം കൊടക്കല്ലുകളുണ്ട്. അത് മൂപ്പര് സംരക്ഷിക്കുകയാണ്. അവിടെ ഈ കോറിങ് മാർക്ക് കാണാം, കൊടക്കൽ അടർത്തിയെടുത്തതിന്റെ. ആനക്കരയിൽ ഇങ്ങനെ കോറിങ് മാർക്ക് ഉണ്ട്. അപ്പൊ ഈ നിർമ്മാണ രീതിയെക്കുറിച്ച് സൂചനകൾ നമുക്ക് പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. അപ്പൊ അതും ഈ സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള. സർ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. Can you please elaborate the connection between the typologies of the megaliths and the social status of the deceased? ഇപ്പം നിലവിലുള്ള പഠനങ്ങൾ വെച്ചിട്ട് പ്രയാസമാണ്. കാരണം DNA പഠനങ്ങളൊക്കെ കൂടുതൽ നടത്തേണ്ടതുണ്ട്. ഇപ്പം മെഗാലിത്തിന്റെ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് 45 ഒക്കെയാണ് മാക്സിമം ഏജ്, അല്ലേ? 45-40 വളരെ കുറച്ച് സ്കെൽട്ടൻസേ കിട്ടുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മണ്ണ് ഇതെല്ലാം ഇതിനകത്ത് മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ഈ മഴ 2 സീസൺ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പോട്രി തന്നെ ഫൈനല്ല. തമിഴ്നാട് ഇതും കമ്പയർ ചെയ്യുമ്പം വളരെ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? അപ്പം ഇവിടെ കിട്ടുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം എന്താ പറയുന്നത്, ബ്രിട്ടിലായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള സംഗതിയാണ്. ഈ കാലാവസ്ഥേന്റെ പ്രത്യേകത ഇവിടെ ഉണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് അത് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഇതിനെ വിസ്മരിക്കാനും പറ്റില്ല. അപ്പൊ ഇതിനെ എങ്ങനെ പഠിക്കാന്നുള്ള മെത്തഡോളജിയാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. മെത്തേഡ് ഓക്കെ, ഡോക്യുമെന്റേഷൻ മെത്തേഡ് ആവശ്യമാണ്. പക്ഷെ ഇതിനെങ്ങനെ ചരിത്രപരമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെത്തഡോളജിക്കൽ എക്സസൈസ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. സർ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. Are there records about the transition from the megalithic form of burial to the later forms? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇതും നമുക്ക് ഇപ്പം നിലവിലുള്ള ടൈപ്പോളജി വെച്ചിട്ട് കേരളത്തിന്റെ പഠനങ്ങളിൽ വന്നിട്ടില്ല. ഈ റെസറ്റ് കോട്ടഡ് പെയിന്റഡ് വെയർ കാണിക്കുന്നതും എനിക്കൊന്ന് പോട്ടറിയെ കുറിച്ച് കുറച്ചുകൂടിയും പഠിച്ചു കഴിഞ്ഞാൽ, പോട്ടറി ആർക്കിയോളജിയുടെ കണ്ണാണ് എന്നൊക്കെയാണ് പറയുക. യഥാർത്ഥത്തിൽ പോട്ടറിയുടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന തോന്നുന്നത്. കാരണം റെസറ്റ് കോട്ടഡ് കിട്ടുന്ന സ്ഥലത്തും ചിലപ്പം BRW ഇതും കിട്ടുന്നുണ്ടാവും, ചില സ്ഥലത്ത് BRW മാത്രമേ കിട്ടുന്നുള്ളൂ. അതെ. അപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംഗതി PK ബാലകൃഷ്ണൻ പറയുന്ന ജാതി വ്യവസ്ഥയും കേരള ചരിത്രം എന്ന് പറയുന്ന അതിൽ പറയുന്ന ഒരു സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്, ഇതിന്റെ ഒരു ഫേസ്, വ്യത്യസ്ത ഫേസ് ഉണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതിനുള്ള തെളിവ് ഇവിടെ ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ തെളിവ് ഇപ്പൊ ഉണ്ട്. ആ തെളിവുകളെ മെറ്റീരിയൽ വൈസ് പഠനം നടത്തിയാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. മെറ്റീരിയലിന്, ഓരോ മെറ്റീരിയലിന്, ഇപ്പൊ പോട്ടറി പഠിക്കുന്ന പോലെ തന്നെ ബീഡ്സിനെ പഠിക്കണം, അതുപോലെ തന്നെ അയൺ ഒബ്ജക്ട്സിനെ പഠിക്കണം. അയൺ ഒബ്ജക്ട്സിൽ ചില സ്ഥലത്ത് ഇപ്പം കടനാട് നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന കൂടുതലും ഹണ്ടിങ് ഗാദറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസ് ആണ്, അഗ്രികൾച്ചറൽ ടൂൾസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ചില സ്ഥലത്ത് സിക്കിള് മാത്രമായി കിട്ടുന്നുണ്ടാവുക, വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ചില സ്ഥലത്ത് പ്ലോഷെയർ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് സ്റ്റഡിയും കൂടി, ലാൻഡ്സ്കേപ്പ് ആർക്കിയോളജിയുടെ സാധ്യതകൾ കൂടി വെച്ചുകൊണ്ട് നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റൂ. ഇതിനൊന്നും ഉത്തരം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സ്റ്റഡീസിന്റെ പാറ്റേൺ എടുത്തു, ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്ന പഠനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയെത്ര എക്സ്കവേഷൻ സൈറ്റുകളാണ്, എത്ര റിപ്പോർട്ടുകളാണ്. ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് ആർക്കിയോളജിക്കൽ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് എടുത്തു നോക്കിയാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആർക്കിയോളജി റിപ്പോർട്ടുകൾ, നമുക്ക് പ്രിലിമിനറി റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. ഈ ലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനവും അവിടെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു 9th സെഞ്ചുറി വരെയുള്ള കേരളത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ഏതാണ്ട് അവഗണിക്കപ്പെട്ട തരത്തിലുള്ള, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി ഒരു പക്ഷേ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടായത് പട്ടണ എക്സ്കവേഷനും വിഴിഞ്ഞത്തൊക്കെ എക്സ്കവേഷൻ നടത്തി കേരള യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റൊക്കെ ഉള്ളതിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനൊരു സ്റ്റേറ്റ് പോളിസി കൃത്യമായിട്ടുണ്ടായാൽ മാത്രമേ ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയുള്ളൂ. പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയുള്ളൂ. അല്ലാതെ ഓരോ സൈറ്റും പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം അത്രമാത്രം തിക്ലി പോപ്പുലേറ്റഡ് ആണ് കേരളത്തിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത്.
ആളുകളെ പേടി അതാണ്. പുരാവസ്തു കണ്ടെത്തി കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ആളുകളുടെ പേടി. നമുക്കറിയുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സ്ഥലവും ഏറ്റെടുക്കില്ല, പക്ഷെ കുറച്ച് ദിവസം ആ പണി നിർത്തി വെക്കേണ്ടി വരും. അതിന്റെ ഡോക്യുമെന്റേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പ്ലോട്ട് ആളുകൾക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. പക്ഷെ ആ ഡോക്യുമെന്റേഷൻ മുമ്പേ തന്നെ നടത്താൻ റീജിയണലായിട്ട് ഓരോ പ്രദേശത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഗവേഷകരുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേരളത്തിന്റെ ഒരു ആൻഷ്യന്റ് ഹെറിറ്റേജ് പ്രൊട്ടക്ട് ചെയ്യാൻ കൃത്യമായൊരു ഡോക്യുമെന്റേഷൻ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം മൊത്തം നടക്കാൻ സാധ്യമല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തേണ്ടുന്ന ഒന്നാണെന്നാണ് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കുമ്പം അറിയുന്നത്. കേരളത്തിലെ മെഗാലിത്തിക് പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? അതായത് എന്തൊക്കെ വെല്ലുവിളികളാണ് ഇപ്പൊ നിലവിൽ ഉള്ളത്? കൂടാതെ അതിന്റെ ഒരു ആന്റിക്യൂറിയൻ സ്റ്റേജിനപ്പുറത്തേക്ക് ഈ ഗവേഷണം കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സാറിന് തരാനുള്ളത്? ഞാൻ ഈ പ്രസന്റേഷൻ മുഴുവൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആന്റിക്യൂറിയൻ സ്റ്റേജിന്റെ അത്രയും പോരാ എന്ന് ഞാൻ പറയാം. കാരണം ആന്റിക്യൂറിയൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വില്യം ലോഗൻ പടിഞ്ഞാറ്റുമുറിയിൽ ചെന്ന് ഒരു സൈറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവിടുന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നു, ഉടനെ പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പൊ ചെയ്യേണ്ടത് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ആ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണം വരാൻ വേണ്ടിയിട്ടല്ല, ഒരു കരിയർ ഓറിയന്റഡ് സാധനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അത്തരത്തിലുള്ള പ്രസിദ്ധീകരണം തന്നെ ഇപ്പൊ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. TS പോലെ മുമ്പ് പ്രസിദ്ധീകരിച്ച പോലുള്ള ഒരു ആർക്കിയോളജി സീരീസുകൾ ഇപ്പൊ വരുന്നില്ല, മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടെങ്കിലും പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ടാകുക. പ്രസിദ്ധീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അത് ഉപയോഗിച്ചോളും. അപ്പൊ ഞാൻ പറഞ്ഞത് മെഗാലിത്തിനെ കുറിച്ച് ഒരാള് അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതല്ല, ഓരോ മേഖല. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് കൃത്യമായി നടത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന് ഇപ്പം ഇന്ത്യൻ ആന്റിക്വറിയിൽ നിന്ന് റിപ്പോർട്ട്, ആ ഡ്രോയിങ്സ്, ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പം പഠിക്കാൻ പറ്റുന്നത് അത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. കൊളോണിയൽ പീരീഡിൽ കാണിച്ച ഒരു സൂക്ഷ്മത പോലും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനോട് കാണിച്ചിട്ടുള്ള ഡെഡിക്കേഷൻ പോലും ഇപ്പം നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് 200 വർഷം കൊണ്ട് നമ്മൾ ആർജിച്ച പൈതൃകത്തോടുള്ള നമ്മളുടെ സമീപനത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, വേറെ നിർവാഹമില്ല. ഡോക്യുമെന്റ് ചെയ്യുക. സർ, എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ നിന്ന് സെക്കൻഡറി ബറിയൽസിന്റെ എവിഡൻസ് മാത്രം കിട്ടുന്നത്? തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റിനൊക്കെ പ്രൈമറി ബറിയൽ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിന് സെക്കൻഡറി ബറിയൽസ് മാത്രം? ഇപ്പോഴും നമുക്ക് ഈ ബറിയൽസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ലാൻഡ്, അതായത് പ്രൊഡക്റ്റീവ് ലാൻഡിൽ ബറിയൽസ് നമുക്ക് കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പം റോക്കറ്റ് ചേമ്പറൊക്കെ ആണെങ്കിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് സാൽവേജ് ഓപ്പറേഷനുകൾ നടത്താൻ കഴിയുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നത് ആൾതാമസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അധികവും. ഞാൻ പറഞ്ഞ ഈ ചീമേനി, ഏഴുംവയൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴാണ് അവിടെ ആളുകളെ, ചില കോളനികളൊക്കെ രൂപപ്പെട്ടു വന്നത്, അല്ലാതെ താമസം ഇല്ല. അപ്പൊ 90-കൾ വരെ, 1990-കൾ വരെ നമ്മുടെ ഭൂപ്രദേശത്തിന്റെ വിൽപ്പന അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ലാൻഡിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറമ്പോക്ക് പോലെ കടന്നിരുന്ന ഭൂമിയാണ്. പിന്നീട് 90s ശേഷമാണ് കൃഷി ചെയ്യാൻ അല്ലാതെ ആളുകൾ സ്ഥലം വാങ്ങിക്കൂട്ടാനൊക്കെ തുടങ്ങിയത്. അതോടുകൂടിയാണ് ഇത് വ്യാപകമായിട്ട് ഇത് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തിരുവില്ലാമല നമ്മൾ പോയ സമയത്തൊക്കെ അവിടെയൊക്കെ അങ്ങനെയുള്ള ലാൻഡുകളാണ്. അപ്പം ഈ അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇത് വരുന്നതോടുകൂടി കൺസ്ട്രക്ഷൻസ് കൂടുതൽ വരുന്നു. അവിടെയൊക്കെയാണ് ഇത് കൂടുതലും നശിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന് തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ഇപ്പൊ ആളുകള്, ഞാൻ പറഞ്ഞതാണ്, ഉപജീവന മാർഗത്തിനുള്ള ഭൂമിയിൽ എന്ത് ചെയ്യില്ല, ബെറിയലാക്കാൻ പറ്റില്ല. ഇപ്പൊ തമിഴ്നാട്ടിലാണ് പ്ലെയിൻ ലാൻഡ് ഒരുപാടുണ്ട്, അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഈ അൺഡുലേറ്റഡ് ആയി കിടക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് താമസിക്കാനും, അതുകൊണ്ടാണ് ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ചുടുന്നതിന് കാരണം അതാ. ചുട്ട് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഒരു മൺകുടത്തിലാക്കിയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ മതി. ബെറിയൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന സംഗതി ആവശ്യമില്ല. ഒരുപക്ഷെ അതുകൊണ്ടാവും കാർഷിക സംസ്കാരവും കൃഷിയെ ആശ്രയിച്ചുള്ള ഉപജീവനക്രമവും വ്യാപിച്ചത് കൊണ്ടാവാം എക്സ്റ്റൻഡഡ് ബെറിയൽ എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി പ്രൈമറി ബെറിയൽ എന്നുള്ള അവസ്ഥയിലേക്ക്,
പ്രൈമറി ബെറിയൽ മാറ്റി എക്സ്റ്റൻഡഡ് ബെറിയൽ, ഫ്രാക്ഷണൽ ബെറിയൽ എന്നുള്ള രീതി കൈവരിച്ചതെന്ന് തോന്നുന്നു. നമുക്ക് ബെറിയൽ സൈറ്റ്സ് കുറെ കിട്ടുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടായിരിക്കും സെറ്റിൽമെന്റ് സൈറ്റ്സ് ആയിട്ട് കിട്ടാൻ ഇത്രയും പാടായിട്ടുള്ളത് സർ? കേരളത്തിലെ സെറ്റിൽമെന്റിന്റെ സ്വഭാവം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെയാണ് രൂപം കൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ് പ്രസന്റേഷനൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാട് കുട്ടികളോട് ഒരു വീട് വരയ്ക്കാൻ പറയും. നിങ്ങളോട് ഇപ്പം വീട് വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാവരും വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കൂ മലയാളിയാണെങ്കിൽ. അത് കാരണം നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണ്. ഇവിടെ സിമെന്റ് എന്ന് പറയുന്ന സംഗതി വരുന്നത് വരെ സ്ഥിരമായിട്ടൊരു സെറ്റിൽമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്ന സംഗതി ഇല്ല. ഒന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈനിൽ. പിന്നെ സാമ്പത്തിക ക്രമം അനുസരിച്ച് സ്ഥിരമായിട്ടൊരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ സ്ഥിരമായിട്ട് റിസോഴ്സ് ഉണ്ടാവണം. അങ്ങനെ ഈ പറയുന്ന കാലഘട്ടത്തിൽ റിസോഴ്സ് ഉണ്ടാവുന്ന രണ്ട് ആളുകളേ ഉള്ളൂ. ഒന്ന് ദൈവങ്ങളാണ്, മറ്റൊന്ന് മരിച്ചവരാണ്. എൻ്റെ ആൻസർ അതാണ്. മരിച്ചവർക്ക് വേണ്ടി സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് സ്ഥിരമായിട്ടൊരു സംവിധാനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ റിസോഴ്സ് കിട്ടില്ല. റിസോഴ്സിനനുസരിച്ച് പിന്നെ അത് രണ്ടാമത് ഈ വീട് എന്ന് പറയുന്ന ഹട്ട് രൂപത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നത്, ഓലമേഞ്ഞ്. അപ്പം ഓലമേഞ്ഞ വീടുകളിൽ താമസിച്ച ആളുകൾക്ക് അറിയാം. അപ്പം ഞാൻ 92 വരെ ഓലമേഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം വർഷാവർഷം ഇത് ഇത് എന്താ പറയുന്നത്, കെട്ടണം, പുരകെട്ട് എന്ന് പറയും. അപ്പം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം പെരിഷബിൾ ഒബ്ജക്റ്റ് കൊണ്ടാണ് ഇവർ വീടുണ്ടാക്കിയിരുന്നത്. പിന്നീട് ക്ഷേത്രങ്ങൾ, അതായത് 8-ാം നൂറ്റാണ്ട് 9-നൊക്കെ ശേഷമാണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്താ പറയുന്നത്, വർഷിപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ടെമ്പിളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭരണാധികാരികളുടെ ഗോപുരങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ റിസോഴ്സ് സ്ഥിരമായിട്ട് അവൈലബിൾ ആകുന്ന ആളുകളാണ്. പക്ഷെ മറ്റത് റിസോഴ്സ് സ്ഥിരമായിട്ട് കിട്ടണമെന്നില്ല. റിസോഴ്സ് കിട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഒരു സെറ്റിൽമെന്റ് സാധ്യമാവണമെന്നില്ല. സാധ്യമാണെന്ന് വെച്ചാൽ അതിനുള്ള റിസോഴ്സ് വേണ്ടേ, വീടുണ്ടാക്കണമെന്നുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണ്ടേ. പക്ഷെ ഈ എല്ലാ ബെറിയലും ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകൾക്കും ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ഉള്ള ബെറിയൽ തന്നെ സോഷ്യൽ റാങ്കിങ്ങും കുറച്ച് മുകളിലുള്ള ആളുകൾക്കായിരിക്കാം എന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് സെറ്റിൽമെന്റിന് കിട്ടിയില്ല എന്നതുകൊണ്ട് ബെറിയൽസിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അതിനെ സെറ്റിൽമെന്റിന്റെ സൂചനയായിട്ട് പരിഗണിക്കാൻ ഉള്ള മെത്തഡോളജിക്കൽ എക്സസൈസ് ആണ് കേരളത്തിന്റെ മെഗാലിത്തിക് പഠനങ്ങൾ നടത്തേണ്ടത്. അതെ, അതാണ് റിസർച്ച് പ്രോസസ്സ് നടക്കുന്നില്ല. 24ഓളം എക്സ്കവേഷനിൽ തന്നെ 10ഓളം എണ്ണം സാൽവേജ് ഓപ്പറേഷൻ ആണ്. പാനക്കര നമ്മൾ നടത്തിയിരുന്നു, കിട്ടിയിട്ടുണ്ട്. ചെറിയ ഫ്രാഗ്മെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, പോട്ടറി ഫ്രാഗ്മെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ബെറിയൽസിനകത്തുള്ള പോട്ടറീസ് യൂസ്ഡ് പോട്ടറീസ് എന്നാണ് തോന്നുന്നു അല്ലേ? അതെ, അതാണ് ഇപ്പൊ ജസീറയുടെ പഠനത്തിലൊരു അപ്പൊ അനലൈസ് ചെയ്ത പഠനങ്ങൾ കാണുന്നത് ബെറിയൽസിനകത്ത് കിട്ടുന്ന പോട്ടറികൾ യൂസ്ഡ് പോട്ടറീസ് ആണ്, ഫ്രഷ് പോട്ടറി അല്ല. അപ്പൊ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വെക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ അകത്തുനിന്നുള്ള ഒബ്ജക്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രൈപോഡ് ഞാൻ മനസ്സിലാക്കുന്ന ട്രൈപോഡ് എന്ന് പറയുന്നത് അന്നത്തെ ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഹെർത്ത് ആണ്, അടുപ്പിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ്. അതൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുക, കാരണം സ്റ്റാൻഡ് അല്ലാതെ തന്നെ ഉണ്ട്. ഇപ്പൊ റോക്കറ്റ് ചേംബറിനകത്ത് ഈ 3 കല്ല് വെച്ചിട്ടുള്ള അടുപ്പ് കല്ലുകൾ കിട്ടിയ സൈറ്റുകൾ നിരവധി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ആള് ജീവിക്കുന്ന സമയത്ത് അയാൾക്ക് കുക്കിംഗ് പർപ്പസ് ഇതൊക്കെ സിംബോളിക് ആയിട്ടുള്ള കുറെ സംഗതികൾ അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. ഇതിനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സെറ്റിൽമെന്റിലേക്ക് മരിച്ച ആള് മരണാനന്തര ജീവിതത്തിൽ എങ്ങനെ തുടരണോ അതിനുള്ള എക്യുപ്മെന്റ്സ് സാധനങ്ങളാണ്, ഇൻസ്ട്രുമെന്റ്സും സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. അയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളാണ്. ആ സ്ഥാവര ജംഗമ വസ്തുക്കൾ അക്കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ റെപ്രസെന്റേഷനാണ്. ആ രീതിയിൽ തമിഴ്നാട്ടിലൊക്കെ പഠനം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നടന്നില്ല എന്നല്ല, കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ഫോമിൽ 9-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു കേരള ചരിത്രം പറയുന്നതിന് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല.
വിളക്കുണ്ട്. അതെ അതെ, മൂന്ന് ചേംബർ, 3 ഏണിന്റെ അകത്തുനിന്ന് 3 വിളക്കുണ്ടായിരുന്നു. അതെ, 3 വിളക്കുണ്ടായിരുന്നു. ആനക്കര എക്സ്കവേഷന് വേറൊരു സംഗതി ഇവിടെ ഉള്ളത്, ഈ കൊടക്കല്ല് ബാബിങ്ടൺ പറയുന്നത് കൊടക്കലിനകത്തുനിന്നൊന്നും കിട്ടാത്തത് കൊണ്ട് അതൊരു മോണുമെന്റ് ആണ്, സ്മാരകമാണ് എന്നുള്ള, കൊമോറേറ്റീവ് മോണുമെന്റ് ആണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ആനക്കര എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് അതിനകത്ത് കിട്ടി എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ട്രിഡന്റ് കിട്ടി, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കിട്ടി, ബോൺ ഫ്രാഗ്മെന്റ് കിട്ടി, ഡാഗർ കിട്ടി, ഒരു പ്ലേറ്റും കിട്ടി. അല്ല, അതുകൊണ്ടാണ് ഞാൻ പോൾബാനെ പറയുന്നത് ടെൻഡേറ്റീവ് ആണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ മാറുന്ന സംഗതിയെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അത് ചരിത്ര പഠനത്തിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ നോളജ് ഒക്കെ വേസ്റ്റ് ആയി പോകും. ചരിത്ര പഠനം എവിടെ തുടങ്ങി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ സെറ്റിൽമെന്റ് സൈറ്റിന് വേണ്ടി ഒരുപാട് മോഹിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിലില്ല. കേരളത്തിൽ മെഗാലിത്തിക് സൈറ്റ്സ് അല്ലാതെ എത്ര ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര സെറ്റിൽമെന്റ് സൈറ്റ്സ് കേരളത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ചേര പീരീഡിലോ അതിനുശേഷം വന്ന ഏതെങ്കിലും ഡൈനാസ്റ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ആർക്കിയോളജിക്കൽ സൈറ്റ്സ് കേരളത്തിൽ കണ്ടെത്തുകയോ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടോ? പട്ടണമുണ്ട്, വിഴിഞ്ഞമുണ്ട്, പ്രോബ്ലി കോട്ടപ്പുറമുണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈവൻ മെഗാലിത്തിക് പീരീഡിന് മുന്നേ നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ആ സമയത്ത് റെപ്രസെന്റ് ചെയ്യുന്ന സെറ്റിൽമെന്റ് സൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? മെഗാലിത്തിക് പീരീഡിൽ റെപ്രസെന്റ് ചെയ്യുന്ന ബറിയൽസ് ഇല്ലായിരുന്നെങ്കിൽ, അവർക്ക് ആ ബറിയൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാനേ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഇതൊരു വലിയ ട്രഷറാണ്. ഈ ബറിയൽ ഇറ്റ് സെൽഫ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ആ ഇൻഫർമേഷൻ മാക്സിമം ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ആൻസേഴ്സ് അതിനകത്ത് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ചോദിച്ച പല ക്വസ്റ്റ്യൻസും വളരെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് പോർട്ട് ഹോളിന്റെ മീനിങ്, സോഷ്യൽ ഹയറാർക്കി ഉണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ റിയലി വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഓരോ ബറിയലിനകത്തും നേരത്തെ രാജേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചിസൽ മാർക്സ് ഉണ്ട്. ആ ചിസൽ മാർക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതുപോലൊരു 10 ബറിയലിനകത്തു നിന്നുള്ള ചെറിയ ചെറിയ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ അതിന് ഒരു പിക്ചർ തരാനായിട്ട് പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഹാബിറ്റേഷൻ സൈറ്റ്സിനേക്കാൾ അധികം നമുക്ക് ഈ ബറിയൽസിനകത്ത് നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഒരു ചെറിയൊരു രാജേഷിൻ്റെ ഒരു കമൻറ്റ് കൂടെ അറിയാനുള്ളത്, കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബറിയലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ എല്ലാ സൈറ്റുകളും ഒരുപോലല്ല. ചില സൈറ്റുകളിൽ ബറിയലുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് 1-2 ബറിയൽസ് മാത്രമേ കാണാറുള്ളൂ. ഈ തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഈ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് കേരള യൂണിവേഴ്സിറ്റി ആ പ്രോജക്റ്റിലൂടെ കണ്ടെത്തേണ്ടത്. അതാണ് കണ്ടെത്തേണ്ടത്. കാരണം ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞതിന് ശേഷം ടി സത്യമൂർത്തി നടത്തുന്നത്, പിന്നീട് PhD തിസീസുകളിൽ അവൈലബിൾ ആണ്, ജെന്നി പീറ്റർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് വരുന്ന കമ്പിളിയുടെ തിസീസ് ആയാലും ഇപ്പം നടന്നിരിക്കുന്ന എല്ലാ തിസീസുകളിലും ARലും ഇതൊക്കെ വന്ന സൈറ്റുകളെയൊക്കെ രേഖപ്പെടുത്തി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞ ഈ റിസോഴ്സിന്റെ അഭാവമാണ്. മാപ്പിങ്ങിന് വലിയൊരു പാടാണ്. അങ്ങനെ മാപ്പിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റൂ. K. രാജൻ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങളൊക്കെ തമിഴ്നാടിന്റെ മാപ്പിൽ ഓരോ ഏരിയ കവർ ചെയ്യുന്നത് സാർ ഇങ്ങനെ കാണിച്ചു തരുന്നു. സ്റ്റുഡൻറ് പ്രോജക്റ്റുകളിലൂടെ റിസർച്ചുകളിലൂടെ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. കാരണം ഇതിനോട് കൃത്യമായൊരു പാഷൻ ഉണ്ടാവണം. പാഷനോട് കൂടി ഇതിനെ സമീപിച്ചാൽ മാത്രമേ, ഞാൻ എപ്പോഴും പറയുന്നത്, റിസർച്ച് നമുക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ മാത്രമേ റിസർച്ച് ആവും. അല്ലെങ്കിൽ അത് പാഷനോട് സമീപിച്ചാലേ അതിന് ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ അത് റിസർച്ച് ആവും. റിസർച്ച് വലിയൊരു ഭാരമായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ഇവിടുന്ന് തുടങ്ങേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്നൊരു ഇടം ഇതാണ് എന്നുള്ളതാണ്
എന്നെ സംബന്ധിച്ച് ഞാൻ ആർക്കിയോളജി നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സ്വയം ആലോചിച്ച് നോക്കിയത് ഇതിനൊന്നും ആൻസർ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളല്ല ഞാൻ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ കണ്ടപ്പോ അന്തം വിട്ട് നിന്ന ഒരാളെന്ന നിലയിൽ ഇതിങ്ങനെയൊക്കെ പഠിക്കേണ്ടതില്ലേ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ മറ്റൊന്ന്, ആർക്കിയോളജി വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഞെട്ടലോടെ കേൾക്കേണ്ട ഒരു സംഗതി, കേരളത്തിൽ മെഗാലിത്ത് എന്ന് മാത്രമല്ല, ആർക്കിയോളജി ഒരു ഏരിയയിലും മോഡേൺ പീരീഡ് വരെ, ആർക്കിയോളജിക്ക് ലിമിറ്റ് ഇല്ല എന്നല്ല നമ്മൾ പറയുക, മോഡേൺ പീരീഡ് വരെ ആർക്കിയോളജി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം 9-ാം നൂറ്റാണ്ട് തൊട്ടുള്ള പഠനങ്ങൾ ഇൻസ്ക്രിപ്ഷൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ടെമ്പിൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിൽ എച്ച് സർക്കാരിന്റെ പഠനങ്ങളുണ്ട്, സ്റ്റെല്ല കാമറേഷന്റെ പഠനങ്ങളുണ്ട്, ഐക്കണോഗ്രാഫി ഉണ്ട്. ഇതൊന്നും ചരിത്ര പഠനത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഫോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫോർട്ടുകളെ ഫോർട്ടായിട്ട് കാണല്ലാതെ ഫോർട്ടിന്റെ ഒരു കോളനൈസേഷൻ പ്രോസസ്സിന് എങ്ങനെയാണ് ഫോർട്ട് ഒരു ഒബ്ജക്റ്റായി മാറിയെന്നുള്ള പഠനങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കേരള ചരിത്ര പഠനങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള. അപ്പൊ അത്തരത്തിൽ ആർക്കിയോളജിയെ ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി കേരളത്തിൽ എന്താ, അതിൻ്റെ ഒരു അഭാവം കേരളത്തിലുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ മേഖലയിലും ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു 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 ബാധ്യത കൂടെ ഉണ്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പല പാരാമീറ്റേഴ്സ് ഉണ്ടാവാം ഇതിന്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പാരാമീറ്റർ ചിലപ്പോൾ ഒരു പാത്ത് വേസ് ആയിരിക്കും. നമ്മൾ അത് മാപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സെൻട്രൽ കേരളയിലെ മോണമെന്റ്സ് ഞാൻ മാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലീനിയർ പാറ്റേണിലാണ് ഒരു കുറെ മോണമെന്റ്സ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു മിഡീവൽ പീരീഡിലെ പെരുവഴി അങ്ങനത്തെ റെഫറൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പാത്ത് വേസിൽ ഇതിന്റെ ഒരു ലൊക്കേഷൻ കാണുന്നുണ്ട്. പോയിന്റ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ നമ്മളുടെ സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുക, ഇവിടെ ആക്ച്വലി മൈഗ്രേഷൻസിനെ കുറിച്ചാണ്. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി ട്രെയിൽസ് ആണ് പരിശോധിക്കേണ്ടത്. ഇപ്പം ട്രെയിൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് പീപ്പിൾ ഹു ആർ സെറ്റിൽഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ്. അങ്ങനെയല്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിന് പകരം നമ്മൾ ആക്ച്വലി പീപ്പിൾ ഹു ആർ മൂവിങ് ഫ്രം വൺ ഏരിയ ടു ദ അതർ. അങ്ങനെ വരുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ പറയുന്ന മോണ്യുമെൻറ്റ്സ് ലീവ് ചെയ്തതിനു ശേഷം അവരവിടെ താമസിക്കണമെന്നൊന്നും പോലുമില്ല. ദേ ക്യാൻ ആക്ച്വലി മൂവ് ഫ്രം അനദർ ഏരിയ. ഇത്തരത്തിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ വൻതോതിലുണ്ട്. ദേ ആർ ഇൻ സെർച്ച് ഓഫ്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കാർഷിക സമൂഹം എന്ന് പറയുന്ന, ആസ് യു സെഡ്, ഒരു കാർഷിക സമൂഹം എന്ന് പറയുന്നത് റിവർ വാലി തലത്തിൽ വളർന്നു വരുന്നത് വരെ പീപ്പിൾ ആർ ആക്ച്വലി മൂവിങ് അബൌട്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ ട്രെയിൽസിലേ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മോണ്യുമെൻ്റ് ഒരു സ്ഥലത്ത് കാണും, കുറച്ച് കഴിയുമ്പോൾ ഇത് വിട്ടിട്ടൊരു 10 കിലോമീറ്റർ അപ്പുറം വേറൊരു മോണ്യുമെൻ്റ് കാണും. മേ ബി ദീസ് ആർ ഓൾ ക്രിയേറ്റഡ് ബൈ ദ സെയിം പീപ്പിൾ. അതിനുള്ള സാധ്യതകളുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. പാലക്കാട്, ഐ തിങ്ക് യു ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തിരുവല്ലാമല, പ്രത്യേകിച്ച് മച്ചാട്, അതുപോലെ തന്നെ പഴയന്നൂർ, തിരുവല്ലാമല തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഇവിടുത്തെ ചേരമാൻ പറമ്പ് വരെയുള്ള ഏരിയ വിട്ട് 10 കിലോമീറ്റർ 5 കിലോമീറ്റർ വിട്ടിട്ടാണ് പലതും കാണുന്നത്. ഒറ്റ ക്ലസ്റ്ററിൽ ഒന്നും കാണുന്നില്ല. സോ ദേ ആർ ആക്ച്വലി മൂവിങ് എന്ന് നമുക്ക് പരിശോധിക്കുന്നത്. സംതിങ് ദാറ്റ് ഹാസ് ടു ബി ഡോക്യുമെന്റേഷൻ വഴി, ആസ് യു സെഡ്, ഡോക്യുമെന്റേഷൻ വഴിയായിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. ഐ തിങ്ക് വി മേ ബി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ട്രെയിൽസ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും കമ്പയറിങ് വിത്ത് സംഘം ലിറ്ററേച്ചറിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത മറ്റേ വളരെ ചുരുക്കം സ്ഥലങ്ങളെക്കുറിച്ച് അവർ പറയുന്നുള്ളൂ. ഇപ്പം കരൂർ പോലെയുള്ള ചില സ്ഥലങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പീപ്പിൾ ഹു ആർ ആക്ച്വലി മൂവിങ്. ആ മൂവ്മെന്റ് നടക്കുമ്പോൾ ആളുകൾ മരിക്കുന്നു, പ്രോബബ്ലി അവരുടെ മൂപ്പന്മാർ മരിക്കുന്നു, വണികൻ മരിക്കുന്നു, ഈ പറയുന്ന വണികൻ മരിക്കുന്നു. ഈ വണികനെ അവിടെ സെറ്റിൽ ചെയ്യുന്നു, അയാൾ അവിടെ ഒരു മാർക്കറായിട്ട് ഇട്ടിട്ട് പോകുന്നു. ഈ മാർക്കർ വെച്ചുകൊണ്ട് അയാൾ അവിടെ ബറി ചെയ്യുന്നു. എന്നിട്ട് അവരുടെ മാർക്കർ ലീവ് ചെയ്യുന്നു. ആ മാർക്കറാണ് പലപ്പോഴും പുറത്ത് കാണുന്ന ഈ വലിയ കല്ല്. ഇയാൾ ബറി ചെയ്തതിന് ശേഷം ആക്ച്വലി ഈ മാർക്കർ എന്ന് പറയുന്നതാണ് പുറത്ത് കാണുന്നത്. നടുകല്ലുകൾ മിക്കവാറും എല്ലാം
സംഘം ലിറ്ററേച്ചർ കാണുന്ന നടുകല്ലുകളെല്ലാം അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇയാളുണ്ടാക്കിയ മാർക്കറുകളാണ് എപ്പോഴും. അപ്പൊ ഈ മാർക്കറുകൾ തന്നെ നമ്മൾ ഇവിടെ കാണും. സ്വാഭാവികമായിട്ടും പീപ്പിൾ ആർ ട്രെയിൽസ് ആണ് പരിശോധിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലെത്തും. വി ഷുഡ് നോട്ട് ലുക്കിംഗ് ഫോർ ഹാബിറ്റേഷൻസ്. വി ആർ നോട്ട് ഫൗണ്ട് എനിത്തിങ്. തമിഴ്നാട്ടിൽ പോലും കീഴടി, പുറന്തൽ ഇപ്പോൾ മാത്രം 3-4 ഹാബിറ്റേഷൻസ് കണ്ടെത്തിയതല്ലാതെ ഇതുവരെ അവിടെ നിന്ന് ഹാബിറ്റേഷൻസ് കണ്ടെത്തിയിട്ടില്ല. There are more than 2,000 megalithic burials that have been found from Tamil Nadu. 2,700 മെഗാലിത്തിക് ബെറിയൽസ്. ശരിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുന്നതാണ്. 2,700 മെഗാലിത്തിക് ബെറിയൽസ് ഉണ്ടായതിൽ 3-4 സെറ്റിൽമെൻറ്റ്സേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം നമുക്കിവിടെ 1000 ചില്ലാനാണെന്ന് കേരളത്തിൽ, അല്ലേ? ഇപ്പം 1,500 ആയിട്ടുണ്ട്. 1,000 നമുക്കിവിടെ മെഗാലിത്തിക് ബറിയൽസ് സെറ്റിൽമെൻറ്റ്സ് കിട്ടാതിരിക്കുന്ന വലിയ അത്ഭുതമൊന്നുമില്ല. തമിഴ്നാട് സെറ്റിൽഡ് പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് നിന്നാണ് 4 സെറ്റിൽമെൻറ്റ്സ് കിട്ടിയത്. നമുക്കിവിടെ സെറ്റിൽഡ് പോപ്പുലേഷൻ പോലും കൃത്യമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയാത്ത സ്ഥലമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്കിവിടെ നിന്ന് നമ്മൾ ഇത് അന്വേഷിക്കേണ്ടത്? സോ വി ഷുഡ് ലുക്ക്. തീർച്ചയായിട്ടും. ഇല്ല അല്ല 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 അതെ. അല്ല, ഇതിൽ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത് ആർക്കിയോളജിക്കൽ എവിഡൻസ് തന്നെയാണ്. പക്ഷെ അതിന് ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് എന്നാണ് പറയാൻ ശ്രമിച്ചത്. കാരണം അതിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ആ മെഗാലിത്തിക് ബിൽഡേഴ്സിന്റെ ആ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാഹിത്യകൃതികൾ ഉപയോഗപ്പെടും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ, ഈ മെഗാലിത്തിക് പഠനങ്ങളെ മുൻനിർത്തി കേരളത്തിന്റെ അയൺ ഏജ് എർലി ഹിസ്റ്റോറിക് പാസ്റ്റിനെ ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇന്ന് വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം ഇത്രയും ഏതാണ്ട് 1,700 പറയുന്നു, 1,500ഓളം പറയുന്നു. അതിനേക്കാൾ എത്രയോ കൂടുതൽ കൊളോണിയൽ പീരീഡിലുണ്ട്, അതിന് ശേഷം വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് മാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് വളരെ സൗണ്ട് ആയിട്ടുള്ള ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്ന, അന്നത്തെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവുന്ന ഒരു സമൂഹം, കാർഷിക സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമൂഹം 9-ാം നൂറ്റാണ്ടിന് മുമ്പ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോമിനന്റ് ആയിട്ട് കിടക്കുന്ന ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ഉള്ള നോളജ് എന്ന് പറയുന്നത്. അപ്പൊ അതല്ല, അതിനു മുമ്പൊരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ സമൂഹത്തെ പഠിക്കാൻ നമുക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാലത്താണ് അതിനെ 200 വർഷം ഇപ്പുറവും കൃത്യമായി പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പഠന മാതൃക കേരളത്തിൽ ഇനിയും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അത്
അധികം താമസിയാതെ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള തുടക്കം ആവട്ടെ ഇവിടെയുള്ള പ്രോജക്റ്റ് എന്നും കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും KCHR-ഉം ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകളും വിദ്യാർത്ഥികളും ഒക്കെ ഇനി ഒരുപക്ഷെ ഇനി ഭാവിയിലൂടെ UG കോഴ്സൊക്കെ ചിലപ്പോൾ വന്നേക്കും, 4 ഇയർ UG ഒക്കെ വരുന്ന സമയത്ത്. അപ്പൊ അവിടെയൊക്കെ ആർക്കിയോളജി പഠനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മെഗാലിത്തിക് ഡോക്യുമെന്റേഷനെ കൂടുതൽ ഉണ്ടാവണം എന്നുള്ള ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സർ, ഓൺലൈനിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 7ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. It was really an enriching talk. Just an addition, if you can make about the circles. Also, the reference of the Colin Mackenzie about the cane-packed structures at Amravati cited by Padaya may be the first sighting of a structure belonging to megalithic category. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ബാബിങ്ടന് മുമ്പ് മെക്കൻസിയുടെ ടൈപ്പോളജിയെ കുറിച്ചുള്ളൊരു പഠനമുണ്ട്. അത് വിശദമായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ ടൈപ്പോളജി ഞാൻ ആദ്യം പറഞ്ഞു, ടൈപ്പോളജിയിലേക്ക് പോകുന്നില്ല. അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ആണ്. അത് ആർക്കിയോളജിക്കലി നമ്മൾ പരസ്പരം നടത്തുന്ന ഒരു എന്താ പറയുന്നത് ചർച്ചയ്ക്കപ്പുറം അതിന് ഒരു പ്രാചീന ചരിത്ര പഠനത്തിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് ലാട്രൈറ്റ് ഗ്രാനൈറ്റ് ഈ രീതിയിൽ പറയാൻ കാരണം. പക്ഷെ അതിന് ടൈപ്പോളജിക്കലായിട്ടുള്ള ആഴത്തിലുള്ള പഠനമാണ്. അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ തൽക്കാലം പരാമർശിക്കേണ്ടല്ലോ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു പഠന മേഖലയാണ്. അതങ്ങനെ നടക്കട്ടെ. Babington's Pandu Coolies is a good historical artifact to learn more about historical geography. I found that there are lots of personal documentation on palm leaves in many homes. These are likely to be lost. Can you give us thoughts on palm leaves as historical artifact? ഇഷ്ടംപോലെ ആർട്ടിഫാക്ട്സ് പാം ലീഫ് ഉണ്ട്. നമ്മൾ ഈ മേഘാലയത്ത് പോകുന്ന ഇപ്പം ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജി എന്നുള്ള ഒരു ആശയത്തിൽ മുൻനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം K. രാജൻ സാറൊക്കെ നടന്നതാണ്. ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പം ഈ പാം ലീഫൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതൊന്നും ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. ചിറമേനങ്ങാട്, പോർക്കളം, എയ്യാൽ, കാട്ടക്കാമ്പൽ തുടങ്ങി കുന്നംകുളം അടുത്ത് 5-6 ടൈപ്പ് ബെറിയൽ പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ടോ? ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഹാരിയുടെ തിസീസ് അതിൽപ്പെട്ട ഒന്നാണ്. അല്ലാതെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. ശക്തൻ മ്യൂസിയത്തിൽ അതിന്റെ റിപ്പോർട്ടുകളുണ്ട്. സർ, ഇനിയും ഉണ്ട് 2 ക്വസ്റ്റ്യൻ കൂടി. Some studies on South Indian megaliths, like Andrew Bohr has mentioned about the activities involved in making such megaliths and also the social significance of such monuments. In the context of Kerala, apart from the funeral monuments, what are the other social significance of such monuments? അത് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. കാരണം സോഷ്യൽ സിഗ്നിഫിക്കൻസ് നമ്മൾ മെഗാലിത്സ് വെച്ച് പഠിക്കണം. ഉദയരവി എസ് മൂർത്തിയുടെ പഠനങ്ങളെ പോലുള്ള പഠനങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം. Could you please share your views on community archaeology and public intervention, especially local historians in the participation and conservation of megalithic culture? മെഗാലയത്തിൽ പൊതുജനങ്ങളുടെ അവബോധവും കൂടി പരിഗണിച്ച് മാത്രമേ കേരളത്തിൽ പഠനം നടത്താൻ കഴിയുള്ളൂ. അതെന്തുകൊണ്ടും വളരെ അത്യാവശ്യമായിട്ട് നടത്തേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. Some studies on South Indian megalithics. ഇല്ല സർ, കഴിഞ്ഞു. ഓക്കെ, താങ്ക് Same യു. question. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല. അധികം ആർക്കിയോളജി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഹിസ്റ്ററി ലൈനിൽ ചില ചോദ്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ചോദിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ ഹയറാർക്കി, സോഷ്യൽ റാങ്കിങ്ങിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ നിലവിലുള്ള പഠനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പഠനം പറയുന്നത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. സോഷ്യൽ ഹയറാർക്കി റാങ്കിങ് ഉണ്ടായിരുന്നില്ല, സോഷ്യൽ ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളൊരു സങ്കല്പം അത് പറയുന്നതുകൊണ്ടാണ് പിന്നീട് വരുന്നത് കിൻഷിപ്പ് ലേബറിൽ നിന്ന് നോൺ കിൻഷിപ്പ് ലേബറിലേക്ക് പോകുന്നതും സോഷ്യൽ ഹയറാർക്കി വരുന്നതും കാസ്റ്റ് ഫോർമേഷനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡിസ്കഷൻ പിന്നീട് ഉണ്ടാകുന്നത്. ഈ സംഗതി ഉപയോഗിക്കുന്നുണ്ട്.
പക്ഷെ വീണ്ടും അത് ഹൈറാർക്കിക്കൽ ആണ് എന്ന് പറയുന്ന സമയത്ത് ഈ നമുക്ക് നിലവിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക ഈ കോണ്ടെക്സ്റ്റിൽ. അത് പറയുമ്പോൾ ഞാൻ കൾച്ചർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഒരുപക്ഷെ PGക്ക് പഠിക്കുന്ന ആദ്യം വായിച്ചൊരു ലേഖനം അതാ. പിന്നീട് ആ പുസ്തകം വായിച്ച സമയത്ത് അതിൽ ഓരോ അധ്യായങ്ങളായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പയണേജ് കഴിഞ്ഞ് ക്ലാൻസ് ആൻഡ് ചീഫ്റ്റൺ വരുന്നു. പയണേജ് കാലഘട്ടത്തിൽ സോഷ്യൽ റാങ്കിങ് ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ക്ലാൻസ് ആൻഡ് ചീഫ്റ്റൺ വരുമ്പം അവിടെ അത്തരത്തിലുള്ള ഗോത്ര സംവിധാനത്തിൽ വലിയതായിട്ട് വരുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പറയാൻ കാരണം ഈ ആൻസർ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങളോട് വേറെ പറയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ലിഖിതം, കാരണം ഈ സോഷ്യൽ റാങ്കിങ് വരുന്നത് 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്നുള്ള വാദത്തിന്റെ ഒരു ബേസിലാണ് ഈ ചോദ്യം വരുന്നത്. അപ്പം അതായത് ആദ്യത്തെ ലിഖിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമശിവായ ശ്രീരാജരാജാതിരാജ പരമേശ്വര ഭട്ടാരക രാജശേഖര തേവർക്ക് ചെല്ലാനൻ റയാണ്ട് എന്ന് പറയുന്നത് വാഴപ്പള്ളി ലിഖിതത്തില് അതിൽ പൊതിപ്പാട് തൂണിപ്പാട് നിലങ്ങള് കൃഷി ചെയ്യുന്ന ഭൂമികളാണ് കൊടുക്കുന്നത്. കേരളത്തിലെ എല്ലാ ലിഖിതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാർഷിക ഭൂപ്രദേശങ്ങള് അതിൽ ചിലത് തൃക്കാക്കരയിൽ നിന്നൊക്കെ ആളടിയാറും പുലയരെയും ചേർത്ത് കൊടുക്കുകയാണ്. നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പുഷ്ടമായ കാർഷിക ഗ്രാമങ്ങളാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു, കാർഷിക ഗ്രാമം ഉണ്ടായിരുന്നു, വ്യത്യസ്ത തൊഴിലെടുത്ത ആളുകൾ ഉണ്ടായിരുന്നു, തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ തൊഴിൽ കൂട്ടങ്ങൾ തന്നെ ഹൈറാർക്കി ഉണ്ടായിരുന്നു, മേലോരും ഉണ്ടായിരുന്നു, കീഴോരും ഉണ്ടായിരുന്നു എന്നുള്ള സൂചന അതിനു മുമ്പുള്ള ലിറ്റററി എവിഡൻസും കിട്ടുന്നുണ്ട്. മെഗാലിത്തിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം എല്ലാ ബറിയൽസിനും ബീഡ്സ് കിട്ടുന്നില്ല, നമുക്ക് ബീഡ്സ് കിട്ടുന്നില്ല. അയൺ ഒബ്ജക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ തന്നെ, പക്ഷെ അതിനെന്ത് വേണം? 1-2 പഠനങ്ങളെ റിപ്പോർട്ടുകളെ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു പാറ്റേൺ, ടൈപ്പോളജി വൈസ് പാറ്റേണും ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണും ഓരോ മെറ്റീരിയൽ വൈസ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണും വളരെ വലിയൊരു പണിയെടുത്താൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ നോളജിനെ ഏതെങ്കിലും തരത്തിൽ അളക്കാവുന്ന തരത്തിൽ ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. താങ്ക് യു ഓൾ. എല്ലാവരും ഇത്രയും പാർട്ടിസിപ്പേറ്റീവായിട്ട് ഇതിനെ കൊണ്ടുപോയതിനൊക്കെ വളരെ നന്ദി. ഔപചാരികമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പ്രീത നായർ ക്ഷണിക്കുന്നു. പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ് മെഗാലിത്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാബിൻടന്റെ റിപ്പോർട്ടിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ ഇപ്പുറവും പലരും പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെ വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പൊ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നിട്ടും വളരെ സൂക്ഷ്മവും സമഗ്രവുമായിട്ടുള്ള ഒരു പഠനം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടി ഇതൊന്ന് കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ മെഗാലിത്സ് നമ്മുടെ പൂർവികരുടെ ചരിത്രം സംസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെ വലിയ സംഭാവന തരുന്ന ഒരു വിഷയം കൂടിയാണ്. അതിന് കാരണം എന്താണെന്നെങ്കിൽ ഈ അയൺ ഏജ് തൊട്ട് ഏർലി ഹിസ്റ്റോറിക് പീരീഡിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ മെഗാലിത്സ് നമ്മുടെ പൂർവികരെ പറ്റിയിട്ടുള്ള സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിനും ഒക്കെ വളരെ ഒരു ലൈറ്റ് കൊടുക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഡോക്ടർ രാജേഷിന്റെ ഈ പ്രഭാഷണം നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഡോക്ടർ KP രാജേഷിനും ഇങ്ങനത്തെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ച KCHRനും ഇത് വളരെ ശ്രദ്ധാപൂർവം കേട്ട ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നന്ദി, നമസ്കാരം.